പണ്ഡിതന്മാരെ, നേതാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ശബ്ദം അല്പം അകലെ നിന്നാണെങ്കിലും മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പഴയകാല സംഘടനയുടെ പഴയകാലത്തെ കൂട്ടുകാരെ, ഈ സദസ്സ് സത്യസന്ധമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴിയെക്കുറിച്ച് കേട്ടറിയാനും അതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളുടെ നാൾവഴികളിലെ വിഷയങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാനുമുള്ളതാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് ചില പ്രസ്ഥാനങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല, അതുകൊണ്ടാണ് ആമുഖങ്ങൾ ഒഴിവാക്കി തന്നെ വിഷയം ആരംഭിച്ചത്. കാരണം ഞാനാണ് പറയുന്നതെങ്കിൽ ആമുഖം ആവശ്യമില്ല എന്നു തന്നെയാണ് എനിക്ക് സാധാരണ തോന്നാറുമുള്ളത്. ഞാൻ പ്രസംഗിക്കുന്നുവെന്ന് അറിഞ്ഞാൽ എന്തുകൊണ്ടോ പഴയ സ്നേഹത്തിന്റെ പേരിലോ മറ്റോ ആമുഖങ്ങൾ അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ ആമുഖം പറയേണ്ടി വരാറില്ല. അങ്ങനെ സമയം വേസ്റ്റാക്കാൻ ഞാൻ തയ്യാറുമാവാറില്ല. അതുകൊണ്ട് തന്നെ ആമുഖങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക്. അങ്ങനെ ആയാൽ നമുക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോവാം. അതിനും വളരെ സുഖമുള്ള പരിപാടി. ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ചർച്ച എന്തിന് നമ്മൾ നടത്തുന്നു എന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. നമ്മൾ കുന്നുംപുറത്തേക്ക് കുളപ്പുറത്ത് നിന്ന് വരുന്ന വഴി, ആ വഴിയിലൊരു പ്രദേശത്ത് റോഡ് സൈഡിലായി ഒരു ബോംബ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നും അത് പൊട്ടിയാൽ അതിലൂടെ കടന്നു വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്ക് അപകടം സംഭവിക്കുമെന്നും നമുക്കൊരു വിവരം ലഭിച്ചാൽ നാം എന്താണ് ചെയ്യുക? അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ദിവസം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു അപകടമുണ്ടായി, വലിയൊരു കുഴി അങ്ങനെ എന്തെങ്കിലും രൂപപ്പെട്ടിട്ട് റോഡിൽ അപകടമുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇത് രണ്ടിനും നമുക്കൊരു മറുപടി ഉണ്ടാകും. അങ്ങനെ ഒരു അപകടം മണക്കുന്നുവെങ്കിൽ അപകടം എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് റോഡിലേക്ക് വരുന്നയാളോട്, നടന്നു വരുന്നയാളോട്, ആ വഴി വരുന്നവരോട് അവിടെ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഒരു ബോംബ് സ്ഫോടനത്തിന്റെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് ആ അപകടത്തിന്റെ ഭീകരതയും ബീഭത്സതയും വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ആളുകളെ വഴിതിരിച്ചു വിടും. അല്ലെങ്കിൽ ടൂ വീലുമായി വരുന്നയാള്, കാറുമായി വരുന്നയാള് ആ കുഴിയിൽ അകപ്പെടാനും ജീവൻ അപഹരിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ആ സമയത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, നീ എന്ത് പണിയാണോ കുന്നുംപുറത്തേക്ക് പോകുന്നയാളെ നീ തടഞ്ഞു നിർത്തുകയാണോ? ആ പോകുന്നയാളെ ആ വഴി വിടുകയല്ലേ വേണ്ടത്? വഴിയിൽ തടഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് എന്നൊരാൾ ചോദിച്ചാൽ, ബുദ്ധിയുള്ള, മനുഷ്യസ്നേഹമുള്ള, മാനവികത എന്നത് സമ്മേളനം നടത്താനല്ല, ജനങ്ങൾക്കിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണെന്ന് ബോധ്യമുള്ളവർ എന്താ പറയാ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തടഞ്ഞു നിർത്തി പറയണമെന്ന് തന്നെയാണ്. ഇതാണ് നമുക്കും കൂടെ പറയാനുള്ളത്. ഒരു നാട് അപകടത്തിലാവാൻ പോകുമ്പോൾ ഒരു നാട്ടിലുള്ള വിശ്വാസികൾ പരസ്പരം തമ്മിൽ തലതല്ലി കീറുന്ന സാഹചര്യം വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒരു നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ച ഐക്യമുള്ള ഒരു കേന്ദ്രത്തെ മറ്റുള്ളവർ വന്ന് അപകടപ്പെടുത്തി അവരുടെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു
എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യത അത് ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് തന്നെയാണ്. അതിന് ഏറ്റവും നല്ല വഴി ജുമാക്ക് ശേഷം പറയാന്നുള്ളതാണ്. അത് സാധിക്കാത്ത രൂപത്തിൽ എല്ലാ പള്ളിയുടെ ഭാഗത്തും ഈ വിഷയം ഉണ്ടെങ്കിൽ നമ്മള് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു പൊതുസമ്മേളനം വിളിച്ച് പരിസരത്തുള്ള ജനങ്ങളോട് അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ മുസ്ലിം ഉമ്മത്തിന്റെ പരസ്പര സ്നേഹമുള്ള വിശ്വാസികളുടെ ഈ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് വ്യക്തമായ ബോധം, ദിശാബോധം നൽകുക എന്ന ബാധ്യതയാണ് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം അത് ആരെങ്കിലും ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു വക്കീലിന്റെ സൃഷ്ടിയല്ല, ഒരു അഡ്വക്കേറ്റിന്റെ സൃഷ്ടിയല്ല. അത് മഹാനായ ഖുതുബുസ്സമാൻ, നമുക്കറിയാം ഖുതുബുസ്സമാന്റെ പ്രത്യേകത, മമ്പുറത്തിന്റെ ചാരത്ത് ജീവിക്കുന്നവരാണ്. അതുപോലെ മറ്റൊരു ഖുതുബുസ്സമാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ബാലവി മുല്ലക്കോയത്തൻ. വരക്കലെ ആ മഹാപ്രതിഭ, ആ ആത്മീയ സാധനയുടെ ആത്മീയ ഗുരു, ആ മഹാനവറുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. അപ്പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ കുറിച്ച് സമസ്ത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പിളർന്നിട്ട് പല കക്ഷികളും ഉണ്ടായിരുന്നു. അവരിൽ പലരും കേരളത്തിൽ ഒരംഗവും ഒരു മെമ്പറുമുള്ള പാർട്ടിയുണ്ട്, കോൺഗ്രസ് എസ്. ഒരുപാട് മെമ്പർമാർ പല ഭാഗത്തുണ്ട്. MLA ആയ ഒരാളാണ്, അദ്ദേഹം തന്നെ മന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയ ആളാണ്. ആ കോൺഗ്രസ് എസ്സുകാരൻ പോലും പറയുന്നത് കോൺഗ്രസ് എസ് എന്നാണ്, കോൺഗ്രസ് എന്ന് അവർ പറഞ്ഞില്ല. അതുപോലെ പല പാർട്ടികളും ഭിന്നിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ സ്വതന്ത്ര പേരുകൾ സ്വീകരിച്ചു. സാധാരണ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സംഘടനാപരമായ മര്യാദ പാലിക്കാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാർ പോലും ഈ വിഷയത്തിൽ മര്യാദ പാലിക്കാറുണ്ട്. ഒരുപാട് പാർട്ടികൾ CPM-ഉം CPI-യും ഉണ്ട്. ഇവരെല്ലാം അവരുടെ രാഷ്ട്രീയ മാന്യത കാണിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ചില ആളുകൾ പറഞ്ഞതെന്താ, ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ പറഞ്ഞത്. സമസ്ത എന്താ പറഞ്ഞത്? ഞങ്ങൾ അവരെ പുറത്താക്കിയത്. എങ്ങനെ വന്നാലും അവർ പുറത്ത് തന്നെയാണ്, എങ്ങനെ വന്നാലും പുറത്താണ്. അവരെ ഭാഷയിൽ പറഞ്ഞാൽ അവർ സമസ്തയിൽ പുറത്തേക്ക് പോയിട്ടുണ്ട്, സമസ്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്ത അവരെ പുറത്താക്കിയിട്ടുണ്ട്. എങ്ങനെയായാലും സമസ്തക്കുള്ളിലല്ല. അങ്ങനെയുള്ള ആളുകൾ അവരെ പുറത്താക്കിയപ്പോ അവര് പോയിട്ട് ഒരു സ്വതന്ത്രമായ സംഘടന രൂപീകരിച്ചു. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ആ സംഘടന രൂപീകരിച്ചത് ആത്മീയ വഴിയിലൂടെ വന്ന മഹാന്മാരുടെ പാതയെ പിൻപറ്റിക്കൊണ്ടല്ല. അന്നത്തെ ഒരു വക്കീലിന്റെ പേര് ചേർത്തി പറഞ്ഞ് ഞാൻ അവരെ മോശാക്കി എന്ന് പറയണ്ട, അന്നത്തെ ഒരു മുസ്ലിം അല്ലാത്തൊരു വക്കീല്, ആ വക്കീൽ ഉണ്ടാക്കി കൊടുത്ത സമസ്തയാണ് ഇവരുടേതെന്ന് പലപ്പോഴും നമ്മൾ ആരോപിക്കാറുണ്ട്. അത് തെളിവുകളോടെ ആയിരുന്നു പറഞ്ഞിരുന്നത് എന്ന് അവർ തന്നെ അവസാനം സമ്മതിക്കുകയുണ്ടായി. അവരുടെ നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ജനാബ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എടരിക്കോട് വെച്ച് കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനത്തിൽ അതിനോടനുബന്ധിച്ചിറക്കിയ ഒരു പുസ്തകത്തിൽ പൊന്മുള തന്നെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളോട് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതേ പേരിൽ മറ്റൊരു സംഘടന ഇതേ രൂപത്തിൽ ഉണ്ടാവണമെന്ന് വക്കീൽ ഉപദേശിച്ചിരുന്നു. അത് തന്നെയല്ലേ സംസ്ഥയും പറഞ്ഞത്. സംശയമുള്ള പ്രവർത്തകർ മറുപക്ഷത്തിൻ്റെതുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടുതരാം. പണ്ടത്തെ പോലെ കൊണ്ടുതരണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇവിടെ ബഷീറുണ്ട്, മൂപ്പര് ഡെയിലി രാവിലെ സുപ്രഭാതം നമ്മളെ കൊണ്ട് വായിപ്പിക്കാൻ മൂപ്പരാണ് ഫേസ്ബുക്കിലൂടെ. ഞാൻ അയാളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു കുറെ കാലമായിട്ട്, ഇന്ന് കണ്ടു. അപ്പോ ഫേസ്ബുക്ക് എന്നുള്ളൊരു സാധനമുള്ള കാലത്തോളം നിങ്ങൾ ഇപ്പൊ പേടിക്കണ്ട. എല്ലാം നമ്മൾ ഉസ്താദ് പോലും അമേരിക്കയിലെത്തിയ ഉസ്താദ് ഉടനെ പറയണ്ട, ഞാൻ ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ അങ്ങനെയുള്ള ആ ഫേസ്ബുക്കിലായിട്ട് തരാം. ഇത് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാന നേതാവ് എഴുതി വെച്ചതാണ്. അങ്ങനെ അഭിമുഖത്തിൽ പറയുകയും എഴുതി വെക്കുകയും ചെയ്തു അദ്ദേഹം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വക്കീലാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം നമുക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ ആ പേര് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ സാധാരണ പ്രസംഗത്തിന്റെ ശൈലിയിൽ നിന്ന് വിടുകയാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ
വക്കീല് പറഞ്ഞു കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് പോലെ ആ സംഘടനയെ പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരാൾ സമസ്ത എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം പറയാൻ സാധിക്കുമോ? ഇല്ല. കേരളത്തിൽ സമസ്ത കേരള നായർ സഭയുണ്ട്. അതുപോലെ ഒരുപാട് റേഞ്ചുകളുണ്ട്, പല റേഞ്ചുകളുണ്ടാവാം. അപ്പൊ അതൊക്കെ യഥാർത്ഥമാണെന്ന് അതുകൊണ്ട് പറയാൻ സാധിക്കുമോ? നായർ മഹാസഭയെ സമസ്തയായി അവരംഗീകരിച്ചിട്ടുണ്ടോ? നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? ആരും അംഗീകരിച്ചിട്ടില്ല. അതൊരു പേര് ചേർത്ത ഒരു സാധാരണ പ്രസ്ഥാനം. അതുപോലെ വേണമെങ്കിൽ നിങ്ങളും വിളിച്ചോളൂ. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ഇതെന്റെ വെല്ലുവിളി കൂടിയാണ്. നിങ്ങളുടെ കോഴിക്കോട്ടെ കേന്ദ്രത്തിൽ നിങ്ങളുടെ അഖിലേന്ത്യാ ഓഫീസ് മുതൽ സംസ്ഥാന ഓഫീസ് മുതൽ ശാഖാ ഓഫീസ് വരെ കോഴിക്കോട് ജാഫർ ഖാൻ കോളനിയിലാണല്ലോ ഉള്ളത്. നിങ്ങൾ അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. ചേരൂര മദ്രസന്റെ മേലല്ല ബോർഡ് വെക്കേണ്ടത്, കൊണ്ടുപോയി അവിടെ വെക്കും. തന്റെ ഇടമുള്ളവർ ഇന്നാട്ടിലുണ്ടെങ്കിൽ ഇവിടുന്ന് പിടിച്ചാൽ നിങ്ങളെ പ്രസിഡന്റ് കേൾക്കുമെന്ന് എനിക്കറിയാം. തൊട്ടുപുറത്ത് തന്നെയാണ്. ഞാൻ അവിടത്തേക്കും കൂടി വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങളുടെ ഓഫീസ് നിങ്ങളാണ് യഥാർത്ഥ സമസ്തയെങ്കിൽ എന്തുകൊണ്ട് കോഴിക്കോട്ട് ജാഫർ ഖാൻ കോളനിക്കുള്ളിലേക്ക് കടന്നുപോയിട്ട് ആ റോഡിലൂടെ മുന്നോട്ട് പോയാൽ ഇടത് ഭാഗത്ത് കാണുന്ന റോഡിലൂടെ പോയിട്ട് വലതു ഭാഗത്തുള്ള ബിൽഡിങ്ങിൽ 3-ാം നില വരെയുള്ള ബിൽഡിങ്ങിൽ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പേര് വെക്കാതെ ഓൾ ഇന്ത്യ ജംഇയ്യത്തുൽ ഉലമ എന്ന് എന്തിനാ വെച്ചത്? എന്തിനേ അത് വെച്ചത് എന്നാ ചോദിച്ചത്. ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാല് TT പോലെയാ. ഇവിടുന്ന് വിട്ടാ പിന്നെ സാധനം കാണാൻ കുറെ അപ്പുറത്തെ സ്റ്റോപ്പ്. അതുപോലെ 10 സ്റ്റോപ്പ് 5 സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. ഓരോ സംസ്ഥാനത്ത് ഓരോ ഓഫീസ്. ഗുജറാത്തിൽ കുറച്ചധികം ഉണ്ടാവും, മോഡിന്റെ നാടാണല്ലോ. വേറെ എല്ലാ സ്ഥലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെ തൊട്ടടുത്ത് കുറച്ചപ്പുറത്ത് വേങ്ങരക്കടുത്ത് മാടഞ്ചിന വന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചു, ഒരു സഹാഫി. അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് 8000 ചില്ലാനും മദ്രസയുണ്ട്. അയാൾ പിന്നെ എല്ലാ സ്ഥലത്തും അത് പറയും. എന്നിട്ടൊരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? ഈ 8000 ചില്ലാനും മദ്രസ ചേളാരിക്കാര മദ്രസ പോലെയല്ല, ഞങ്ങളെ സ്വന്തം മദ്രസയാണ്. അത് വല്ലാതെ എന്നോട് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം നിങ്ങളെ മദ്രസന്റെ കണക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. ആ മദ്രസയുടെ കണക്ക് പറഞ്ഞിട്ട് ഇയാള് വെല്ലുവിളിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, ഞങ്ങൾ ബസ്സിന്റെ പൈസ എടുക്കാൻ ഞങ്ങളെ കൂടെ വന്നോ ഇത്രയും മദ്രസ ഞങ്ങൾ എണ്ണിക്കാണിച്ചിരുന്നു. SKSFകാരെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പണ്ടേ വന്ന ആളല്ലേ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വന്ന ആളാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ SKSFന്റെ പഴയ കാലത്തെ പ്രവർത്തകരെ വിളിക്കണ്ട. ഇപ്പൊ SYSകാരനും SKSFകാരനായിട്ടുള്ള ഞാനില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വന്ന ആളല്ലേ. അപ്പൊ നിങ്ങളെ കൂടെ ഈ 8000 മദ്രസയിൽ നടന്ന് കാണണമെങ്കിൽ അത്യാവശ്യം ക്ഷമയൊക്കെ വേണ്ടി. അത് SKSFകാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ എല്ലാ സ്വഭാവത്തെയും അംഗീകരിക്കേണ്ടി വരും. അതൊക്കെ എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ വരാം. ഈ പറയപ്പെട്ട കേരളം മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ, അഖിലാണ്ട മണ്ഡപം മുഴുവൻ നോക്കിയാലും 8000 ചില്ലാനും മദ്രസ പോയിട്ട് 3000ന്റെ മേലെ മദ്രസ കാണിച്ചു തരാം നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് കട്ടായം പറയാൻ കഴിയും. മദ്രസ നിങ്ങൾക്കോ? ഇവിടെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കി. സ്വന്തം മദ്രസ ഇല്ലാത്തതുകൊണ്ട് ആരാന്റെ മദ്രസന്റെ മേലെ ബോർഡ് തൂക്കുന്ന കമ്പനിയായത്. ആ ആളുകളാ പറയാം ഞങ്ങൾക്ക് 8000 മദ്രസ. 8000 എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കൊക്കെ ഇല്ലേ? എണ്ണിയാ കിട്ടുന്ന തന്നെ ആണെങ്കിലും 8000 ആവണ കുറച്ച് പണിയില്ലേ? എന്നിട്ട് 8000 മദ്രസ ഇപ്പൊ 8000 ആയതാണ്. ഞാൻ സമസ്തയിലേക്ക് വന്ന ആദ്യകാലം മുതൽ ഞാൻ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ചോദ്യം കൊണ്ടാണോ ഒഴിവാക്കിയെന്ന് അറിയില്ല. അതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല, 25,000 എന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഇതാ രേഖ എന്റെ കയ്യിലുണ്ട്, പ്രസംഗാണ് യൂട്യൂബിലുണ്ട്. 8000 ചില്ലറ മദ്രസയായി. ഒന്നുകിൽ പണ്ട് പറഞ്ഞ 25ൽ നിന്ന് എണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ക് തെറ്റിയിട്ടുണ്ട് ഉസ്താദ്. നിങ്ങൾ 28,000 ഉദ്ദേശിച്ചത്? എനിക്ക് സംശയമുണ്ട്. കൂടുതലല്ലേ വേണ്ടത്? സമസ്തയുടെ ഓരോ ദിവസവും കൂടുകയാണ്. 25,000 മദ്രസകൾ കേരളത്തിലുണ്ടെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പ്രബോധനം നടത്തുന്നത് മതപ്രബോധനമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ശരിയില്ലെന്ന് പറയാൻ ഒരുപാട് തെളിവുകളിൽ ഒന്നാണിത്. എന്താ ഒന്ന്?
നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ടാണ് മതം പ്രചരിപ്പിക്കാറുള്ളത്. കളവ് പറഞ്ഞുകൊണ്ട്, അതിന്റെ തെളിവാണിത്. എന്റെ കണ്ണൂർ ജില്ലയിൽ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വരുമ്പോൾ 60 മദ്രസയാണ് നിങ്ങൾക്കുള്ളത്. 60 മദ്രസ. സമസ്തയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു റേഞ്ചിൽ മാത്രം 40ഓളം മദ്രസകളുണ്ട്. നിങ്ങൾക്ക് ഒരു ജില്ലയിലുള്ളത് 60 മദ്രസ. ഇപ്പൊ വേണമെങ്കിൽ ഉദാരമായിട്ട് ഒരു 20 മദ്രസ കൂടി കൂട്ടിക്കോളും, 80 മദ്രസ ഉണ്ടാവും കണ്ണൂർ ജില്ലയിൽ. സമസ്തക്ക് എത്ര ഉണ്ട് അവിടെ? കണക്ക് പറയാൻ പറ്റുന്നതാണ്. സമസ്തക്ക് എത്ര മദ്രസയുണ്ട്? 700 ചില്ലാന മദ്രസ കണ്ണൂർ ജില്ലയിലുണ്ടെന്ന് ആധികാരിക രേഖ ഉപയോഗിച്ച് കാണിച്ചു തരാൻ എനിക്ക് കഴിയും. 60 മദ്രസ എന്നുള്ളത് പഴയ കണക്ക് കാണിക്കാനും രണ്ടും കഴിയും. ഇതെല്ലാം കൂട്ടിയാൽ എങ്ങനെയാണ് 25,000 ആവുക പണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ഓർമ്മിപ്പിക്കുകയാണ്, 2-3 കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ. അന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു, മദ്രസകളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി നോക്കി ഇവര് പറഞ്ഞപ്പോ ഞാൻ തന്നെ കണക്ക് കൂട്ടി നോക്കിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല. 25,000 മനസ്സിലായില്ല, 20 മനസ്സിലാവുന്നില്ല, 15,000 മനസ്സിലാവുന്നില്ല. അവസാനമാണ് എനിക്ക് മനസ്സിലായത്, ഇത് കൂട്ടിയത് ദിർഹംസിൽ കൂട്ടുകയാണെങ്കിൽ 10 ഇരട്ടി ഉണ്ടാവുള്ളൂ, എന്നാലും പറ്റൂല ഇത്. അപ്പൊ ദിർഹംസിലും അല്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രിയാണ് കണക്ക് കൂട്ടിയതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് 25,000 മദ്രസ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ 25,000 മദ്രസ എന്ന് പറയാൻ ഒരു വകുപ്പുമില്ലെന്ന് ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്ക് മദ്രസ തന്നെ ആക്കാം, അങ്ങനെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ നേതാക്കൾ തിരുത്തുകയാണ്. 8,000, 8,585 എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്ക് പുതിയത് അവതരിപ്പിക്കാം. ആയിക്കോട്ടെ, വാദത്തിന് നിങ്ങൾ പറയുന്നതിനെ തൽക്കാലം മുന്നിൽ വെച്ച് നിന്നു. ഈ 8,000 ചില്ലാനം മദ്രസകളെ പരിശോധിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങുക. എന്നിട്ട് ഞാനിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്നതും മലപ്പുറം ജില്ലയിലാണ് നമ്മൾ ഉള്ളതും. ഞാൻ ഒരുപാട് കാലം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ജീവിച്ച മണ്ണാണിത്. 4 കൊല്ലത്തിലധികം ഈ കുന്നുംപുറത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവിടെയുണ്ട് നിങ്ങളെ കള്ളത്തരത്തിന്റെ രേഖ. അതും ഞാൻ ഇപ്പൊ പൊളിച്ച് കയ്യിൽ തരും നിങ്ങളെ കയ്യിൽ. ഇവിടെ ഞാൻ 4-4.5 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ വാടകയിലാണ് താമസിച്ചത്, എടക്കാപ്പറമ്പിലാണ് താമസിച്ചത്. ഇവിടുന്ന് വിളിച്ചാൽ പോയാൽ എത്തുന്ന ദൂരം കണ്ണുപൊട്ടിയാൽ എനിക്ക് അവിടെ എത്തും, അത്രയും നന്നായിട്ട് അറിയാം. അതുപോലും നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോ എത്രയോ മാസം വാടക കൊടുക്കാതെയാണ് പോയതെന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ് നിങ്ങൾ. നിങ്ങൾ കളവ് മാത്രമേ പറയൂ എന്ന് കുന്നുംപുറത്തെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ തെളിയിക്കുക. ഞാൻ അതിനുശേഷം ആ വീട്ടുകാരോട് ഒരിക്കൽ വിളിച്ചു ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചിന്തിക്കണം, ആരാ പറയുന്നത്? ആരാന്റെ പൈസ പിരിച്ചെടുത്ത് പള്ളി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് 40 കോടി പിരിച്ച് പള്ളി ഉണ്ടാക്കാതെ നടക്കുന്ന ആളുകൾ ഇല്ലാത്ത കളവ് പറഞ്ഞ് 2,000, 3,000, 5,000ന്റെ കണക്ക് ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ ഞാൻ അങ്ങനെ അത്ഭുതപ്പെടും. പഠിച്ചോനെ, ഞാൻ ഇങ്ങനെയുള്ള ആളായിരുന്നു, ഇത്രയൊക്കെ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നോ? പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തി സ്വയം. ഉണ്ടെങ്കിൽ ഞാൻ അന്ന് AP വിഭാഗത്തിന്റെ പ്രവർത്തകനാണ്, അപ്പൊ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. സപ്പോസ് അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ കുന്നുംപുറത്ത് നിന്നൊന്ന് പറയണമെന്ന് കരുതിയതാണ്. അന്ന് ഞാൻ വന്നപ്പോ വാടകന്റെ പ്രശ്നമില്ലായിരുന്നു, അന്ന് ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോ. ശേഷമാണ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പറയാണ്ട്. ഈ വിഭാഗത്തിന്റെ കളവിന്റെ ഊക്കിന്റെ ഏറ്റവും ശക്തിയാണ് ഈ മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇന്നെങ്ങാനും നമ്മുടെ കളവിന്റെ അപ്പോസ്തലനായ ഹിറ്റ്ലറുടെ ആ മന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇവരെ വിളിച്ചിട്ട് പറയും, എന്റെ പേരിലുള്ള ഗീബൽസ് അവാർഡ് നിങ്ങൾക്ക് ഞാൻ തരാം. അത്രത്തോളം കളവ് പറയുന്ന ഒരു സമൂഹത്തിന്റെ പേര് ചോദിച്ചാൽ ഇവരെ പറയേണ്ട അവസ്ഥയാണ്. ഇത് ഞാൻ എന്റെ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഇവിടുന്ന് വ്യക്തിപരമായി പറയുമ്പോൾ അത് നിങ്ങൾക്ക് തിരിയുമെന്നതുകൊണ്ടാണ്. ഒന്ന്, എന്നെ പറ്റി പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. രണ്ടാമത്തത് മദ്രസയെ പറ്റി പറഞ്ഞത്. ഇവരുടെ കളവിന്റെ കൂമ്പാരങ്ങളാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ പിരിവ് നടത്തിയിട്ടില്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ ആരോടും പിരിവ് നടത്തിയിട്ടില്ല, ഞാൻ എവിടെയും പിരിവ് നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങളുടെ പിരിവ് നടത്തിയിട്ട് പറഞ്ഞ കളവാ. പിന്നെ ഒരിക്കൽ മൂപ്പരോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഒരു ചാനൽ മീഡിയ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു മുടി കിട്ടിയിട്ടുണ്ടല്ലോ, അതിനും ഇവിടെ പ്രത്യേകത ഉണ്ട്. നമ്മള് ജാലിയൻവാല ഇവിടെ വന്നിട്ടുണ്ട് കുന്നുംപുറത്ത്, നിങ്ങൾക്ക് അറിയില്ല എന്നല്ലുള്ളൂ. അന്ന് നിങ്ങൾ അറിഞ്ഞിരുന്ന സ്വീകരണത്തിന് വരുമായിരുന്നു വളണ്ടിയർമാരായിട്ട്. അങ്ങനെ ജാലിയൻവാലയും വന്നിട്ടുണ്ട് ഈ നാട്ടിൽ. എടക്കാപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ കാലോ കൈയൊക്കെ കുത്തിയിട്ടുണ്ട്.
ഈ ജാലിയൻവാല വന്ന് മുടി തന്നിട്ടുണ്ട്. അതിവിടെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, അവിടെ ഇല്ല, നീ അവിടെ പോയി നോക്കണ്ട. അപ്പൊ അദ്ദേഹം വന്നു. ആ സംഭവം ഉണ്ടായപ്പോ അതിനെക്കുറിച്ച് അങ്ങനെ 2 സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഉസ്താദിനോട് ചാനൽ പ്രവർത്തകൻ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, അത് അബുദാബിയിലെ ഖസർജിക്ക് കിട്ടിയത് കുടുംബ പരമ്പരയിലൂടെയാണ്. മറ്റൊരു ദിവസം വേറൊരു ചാനലിന് വേണ്ടി സ്വന്തം തന്നെ മൂപ്പർ അഭിമുഖം നൽകിയ സമയത്ത് അദ്ദേഹം പറയാണ്, അത് അദ്ദേഹത്തിന്റെ മശൈഖന്മാരിലൂടെ കിട്ടിയതാണ്. 2 വഴി, 2 പരിപാടി, 2 സ്റ്റൈല്. പറയുമ്പോൾ കള്ളത്തരം പറയുമ്പോൾ ഒന്നിനെ ഉണ്ടാവുക. ഇങ്ങനെ നിരന്തരം സമുദായത്തിന്റെ പേരിൽ കളവ് പറയുന്ന ഒരു നേതൃത്വത്തിന്റെ പിന്നിലാണ് ഇവരെന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മുടെ ഉസ്താദുമാരെടുത്തു നോക്കുക, കളവായി പോവാൻ സാധ്യതയുള്ള ഒരു വാചകം പോലും ഉരുവിടാൻ ആഗ്രഹിക്കാത്തവർ തന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യത്തിന് കണ്ണിയത്ത് ഉസ്താദ് മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ച ചോദ്യത്തിന് ശിഷ്യന്മാരോട് മറുപടി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മറുപടി പറഞ്ഞു കൊടുത്ത് ഉദുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, ഇഖാമത്ത് കഴിഞ്ഞ് നിസ്കരിക്കാൻ ഇമാമ് നിൽക്കാനും പോവാൻ. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് പിന്നിലേക്ക് തിരിഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മസ്അലയിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ല, ചെറിയ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത നേതാക്കളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ. അഥവാ പറഞ്ഞ മസ്അലയിൽ പോലും തെറ്റുണ്ടോ എന്ന് ഭയപ്പെട്ടിട്ട് പിന്നീട് ആരോ ചോദിച്ചു അത്രേ കണ്ണിയത്ത് ഉസ്താദിനോട്, എന്തുകൊണ്ടാണ് അങ്ങൊന്ന് നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് മസ്അല തിരുത്തി പറഞ്ഞത് ആ സമയത്തെന്ന് ചോദിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ മറുപടിയുണ്ട്. അത് ചിന്തിക്കേണ്ട മറുപടിയാണ്, അത് ഈമാനുള്ളവർക്കുള്ള മറുപടിയാണ്, അത് സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള മറുപടിയാണ്, അത് സമസ്തയുടെ പ്രവർത്തന പാതയെ നിശ്ചയിക്കുന്ന മറുപടിയാണ്, അത് നിഷ്കാമകർമ്മികളായ സൂഫി വര്യന്മാരുടെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ ആത്മചൈതന്യത്തിന്റെ അടയാളമാണത്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാനെങ്ങാനും നിസ്കാരം കഴിയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അഥവാ മരണത്തെ ഭയപ്പെടുന്നവരാണവർ. ഇവിടെയുള്ള ചിലർക്ക് സമുദായത്തിന്റെ പേര് പറഞ്ഞ് പണ്ഡിത വേഷം ധരിച്ച് നടക്കുന്നവർക്ക് മരണത്തെ ഭയമില്ല. മരണത്തെ ഭയമുണ്ട്, ദുനിയാവിലെ സുഖങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന ഭയം. അല്ലാത്ത ഒരു മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷം വരാൻ പോകുന്ന ലോകത്തെ കുറിച്ച് അവർക്കൊരു ഭയവുമില്ല. അവർ വാചാലരായി മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുമെന്നല്ലാതെ മരണശേഷമുള്ള ജീവിതത്തിന്റെ ആപത്ഘട്ടങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ ഇവിടെ നമ്മുടെ ജീവിതം ശുദ്ധമായിട്ടില്ലെങ്കിൽ സംഭവിക്കാവുന്ന ആപത്തിനെ കുറിച്ച് നേതാക്കൾക്ക് ബോധമില്ല, പ്രവർത്തകർക്ക് ബോധമില്ല. എല്ലാവരും നാട്ടുകാരെ നന്നാക്കുന്ന തിരക്കിലാണ്. ഇവരങ്ങനെയാണ് പറയാറുള്ളത്. നമ്മൾ സത്യം തുറന്നു പറയുന്നു. തകർക്കപ്പെട്ട മദ്രസകളെ കുറിച്ച്, പൂട്ടിയിടപ്പെട്ട പള്ളികളെ കുറിച്ച്, വിശ്വാസികളുടെ ഹൃദയങ്ങളെ പരസ്പരം അകറ്റിയിട്ട് ഐക്യം നശിപ്പിച്ചവരെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഇവര് പറയും വന്നിട്ട്, ഇവർ ഞങ്ങളെ ഉസ്താദിന്റെ ഇറച്ചി തിന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദ്മാരെ ഇറച്ചി തിന്നാണ്. ഈ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞാൻ ചോദിച്ചു അയാളോട്, നിങ്ങൾ ഉസ്താദ്മാരൊക്കെ എന്താ ഇറച്ചിക്കോഴിയാണോ? എന്ത് പറഞ്ഞാൽ ഇവര് മറുപടി ഇറച്ചി തിന്നാണെന്നാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ഒരു 500 കേസറ്റ് ഞാൻ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തരാം. കാരണം അദ്ദേഹം കേസറ്റ് കച്ചവടം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കേസറ്റ് എന്ന് പറഞ്ഞത്. യൂട്യൂബ് എന്ന് ഞാൻ പറയാതെ തന്നെയാണ്, യൂട്യൂബിൽ ലഭ്യമാണ്. പക്ഷെ കേസറ്റ് തന്നെ തരാം. അതിൽ എത്ര മുജാഹിദുകളെ, എത്ര സമസ്തയുടെ നേതാക്കളെ, എത്ര പണ്ഡിതന്മാരെ, എത്ര സാധാരണക്കാരെ അപമാനിച്ചതും അവമതിച്ചതും എത്ര കാണാനുണ്ട്. മാത്രമല്ല, ഈ അടുത്ത ദിവസം ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ സുലൈമാൻ മുസ്ലിയാരുടെ സമ്മതത്തോടെ, ഇവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റായ സുലൈമാൻ മുസ്ലിയാരുടെ സമ്മതത്തോടെ കേരളം മുഴുവൻ പ്രസംഗിച്ചടക്കുന്ന ഒരു ഹസനിയുണ്ട്, എന്റെ പഴയ കൂട്ടുകാരൻ നൗഷാദ് ഹസനി. ആ നൗഷാദ് ഹസനി നിങ്ങൾ അടി മാന്തിയിട്ടേ പോകുള്ളൂ മക്കളെ. ഞങ്ങൾക്ക് അയാൾ വരണമെന്നും വരണ്ടാവുന്നില്ല. നിങ്ങൾ അടി ഏതായാലും മൂപ്പര് മാന്തും, ഉറപ്പാ. കാരണം നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ മാന്തണം. ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചിറങ്ങിയതാ, ഞാൻ എവിടെ നിന്നിട്ടും മൂപ്പർ അവിടെ നിന്നിട്ടും. നന്നായിട്ട് ചെണ്ട കൊട്ടും പോലെ കൊട്ടും, അപ്പുറത്തും ഇപ്പുറത്തും. നിങ്ങൾ അതിന്റെ ഇടയിൽ നിന്ന് ചെണ്ടന്റെ അടിയിലെ ഭാഗം കാണല്ലോ, അതുപോലെ സഹിച്ചേക്ക്, വേറെ രക്ഷയൊന്നുമില്ല. നന്നായി തരും. സുലൈമാൻ മുസ്ലിയാർ സമ്മതത്തോടെ പറയുന്നത്. അല്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സുലൈമാൻ മുസ്ലിയാർ മരണപ്പെടട്ടെ, അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ, നമുക്ക് അതിലൊന്നും വിഷമമില്ല.
സുലൈമാൻ മുസ്ലിയാർ മരണപ്പെടട്ടെ, അപ്പൊ നൗഷാദ് ഹസനി ഒരു ക്ലിപ്പ് പുറത്തുവിടും. മോനെ നൗഷാദേ, നിന്നെ ഞാൻ 10 കൊല്ലം പഠിപ്പിച്ചത് എന്തിനാന്നറിയോ? ഞാൻ നിന്നെ 10 കൊല്ലവും പഠിപ്പിച്ചത് ഞാൻ സത്യം പറയാൻ ആഗ്രഹിച്ചിട്ടാണ് കിതാബോധി പഠിച്ചതും പഠിപ്പിച്ചതും. അതുകൊണ്ട് നീ എന്റെ സംഘടനയെ നോക്കേണ്ടതില്ല, നിന്നെ ഞാനാ നിയന്ത്രിക്കുന്നത്. നീ ധൈര്യമായിട്ട് പോയിക്കോ. നിങ്ങൾക്ക് ഇത് കേട്ടാൽ ചിലപ്പോ ഇപ്പം വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള ചോദ്യവും വരില്ല. കാരണം എന്താ? വൈലത്തൂർ തങ്ങള് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. വൈലത്തൂർ തങ്ങള് നൗഷാദ് ഹസനോട് പറയാണ്, നൗഷാദ് ഹസനി നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ആ സമ്മതം തരുന്നത്. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് വൈലത്തൂർ തങ്ങള്, ഞാനുമായി നല്ല ബന്ധത്തിലായിരുന്നു വൈലത്തൂർ തങ്ങൾ. അവസാനം ഞാൻ സമസ്തയിലേക്ക് വരുന്നതിന്റെ 15 ദിവസം മുമ്പ് കോഴിക്കോട് ഒളവണ്ണക്ക് സമീപത്തുള്ള ഒരു എഞ്ചിനീയറുടെ വീട്ടിൽ, ഒരു PWD കോൺട്രാക്ടർ കം എഞ്ചിനീയറുടെ വീട്ടിൽ ഇരുന്ന് ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന AP-കാരനായ വ്യക്തിയാണ്. ഓൺലൈനിൽ എപ്പോഴും ഉണ്ടാവുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും അദ്ദേഹം നിഷേധിക്കുന്ന മനുഷ്യനല്ല, നിങ്ങൾ ആളെന്നെയാണ്. അദ്ദേഹം നിഷേധിക്കില്ല. തുറന്നു പറഞ്ഞോളൂടോ, പുറത്തു പോയിട്ട് ഈ സംഘടനയിൽ നിൽക്കണ്ട, പുറത്തു പോയിട്ട് തുറന്നടിക്കൂ എന്ന് പറഞ്ഞ് പെരുന്നാൾ ദിവസം നിസ്കാരവും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ദുആ ചെയ്ത് തന്നിട്ട്, എനിക്ക് തലയിൽ കൈവച്ച് തന്നിട്ട്, നിങ്ങളുടെ നേതാവ് എന്നെ പൊരുത്തം തന്നിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞയച്ചത്. നിങ്ങൾക്കെതിരെ പറയാനേ പിന്നെ ഇനി ആരാ പറയേണ്ടത്? അപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, കാരണം എനിക്ക് അങ്ങനെ പൊരുത്തം തന്നിട്ടുണ്ടെങ്കിൽ നൗഷാദ് ഹസനിക്ക് അതിനേക്കാൾ അധികം കൊടുക്കും. കാരണം എന്താ? ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ പൊരുത്തം തരുന്നത് ശരിയില്ലല്ലോ. അതിന് മുമ്പ് പോകാനാ തന്നത്, പിന്നെയും നൗഷാദ് ഹസനിക്ക് കൊടുത്തു. അപ്പോ സുലൈമാൻ മുസ്ലിയാരുടെ മരണശേഷം നൗഷാദ് ഹസനി ഓരോ ദിവസവും ക്ലിപ്പിടും. ചെങ്ങാനിയിൽ വന്നൊരു ക്ലിപ്പ്, പിറ്റേന്ന് ഒതുക്കുങ്ങൽ പോയി മറ്റൊരു ക്ലിപ്പ്, വേറെ ദിവസം കാന്തപുരത്ത് പോയി, പേരോട് പോയി, ഓരോ സ്ഥലത്തുനിന്ന് ക്ലിപ്പ്. ഒരു ദിവസം സുലൈമാൻ മുസ്ലിയാർ പറയുന്നുണ്ടാവും, എന്താ പറയാ, ഞാന് പിന്നെ ആ പേരോടിന്റെ നിഴൽവാദത്തെ തീരെ അംഗീകരിച്ചില്ല, ഈ അങ്ങോട്ട് പറഞ്ഞാളെ മോനെ, അതും വരും. പിന്നെ ഒരു ദിവസം പറയും, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാര് മോജിസത്ത് മുറിഞ്ഞു പോകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് സമ്മതിച്ചു എന്ന് വരാൻ പാടില്ല. എന്റെ കാര്യം പറയാൻ പേരോട് എന്റെ ശിഷ്യനല്ല, പൊന്മുള എന്റെ ശിഷ്യനല്ല, കാന്തപുരം എന്റെ ശിഷ്യനല്ല, നേതാക്കൾ പ്രധാനപ്പെട്ട ആരും എന്റെ ശിഷ്യന്മാരില്ല, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചാൽ ആർക്കും പറയാനുമില്ല, ഞാൻ പഠിപ്പിച്ചത് നിന്നെയാണ്, അതുകൊണ്ട് നീ പോയി പറഞ്ഞോളൂ എന്ന് നൗഷാദ് ഹസനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് നൗഷാദ് ഹസനി പറയുന്ന കാലം അള്ളാഹുവിന്റെ കയ്യിലുള്ള ഖള അനുസരിച്ചുണ്ടാവും. ടൈമ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ചെങ്ങാനിന്ന് മജീദ് ഹസനി പറയും, രാമന്തളി വെറുതെ പറയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നൗഷാദ് ഹസന്റെ കയ്യിൽ എല്ലാ ക്ലിപ്പും ഉണ്ട്, നിങ്ങളതുണ്ട്. നിങ്ങൾ അനുകൂലമായി പറഞ്ഞതല്ല, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ ഓരോരുത്തരെ കുറിച്ചും നൗഷാദ് ഹസനി പറയാണിപ്പോ. ഞങ്ങളല്ലല്ലോ, നൗഷാദ് ഹസനി നിങ്ങളാളല്ലേ. രാമന്തളിയാണ് എന്നെ വഞ്ചിച്ചതെന്ന് നിങ്ങൾ പറയിച്ചത് ആരെ കൊണ്ടാ? നൗഷാദ് ഹസനെ കൊണ്ടല്ലേ. ആ നൗഷാദ് ഹസനിയോട് ഇപ്പൊ ഞാനല്ലല്ലോ പറയിക്കുന്നത്, ഇപ്പൊ ഞാനാണോ പറയിക്കുന്നത്? ഇപ്പൊ നൗഷാദ് ഹസനി തുറന്നു പറയുകയാണ്, എന്നെ കൊണ്ടുപോയി സുലൈമാൻ മുസ്ലിയാരുടെ മകന്റെ നേതൃത്വത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പൊ തോന്നാണ് സന്തോഷായി. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒന്നായിട്ടല്ലേ ഇപ്പോൾ ഇരിക്കേണ്ടത്? അതിനൊരു സുഖം കിട്ടില്ല. അത് അത് ദഫൂണ്ടും പോലെ ആവുള്ളൂ. ഒരു സൈഡ് മാത്രം, 2 സൈഡും ആവണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. ഇതിപ്പോ വളരെ കറക്റ്റായി. ഇത് നിങ്ങളെ കഷ്ടകാലത്തിന്റെ തുടക്കം. അത് പകരം ഒരു പ്രസംഗത്തിൽ പാടുന്നുണ്ട്, കഷ്ടകാലം വന്നതില്ലോ എന്നുള്ളൊരു പാട്ട് പാടും. അതുപോലെയുള്ള ഒരവസ്ഥയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. കഷ്ടകാലാണ് നിങ്ങൾക്ക്. അങ്ങനെ കളവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന നേതാക്കളും അനുയായികളുമായി ഒരു സമൂഹം മാറുകയാണ്. ആ സമൂഹത്തെയാണ് നമ്മളെ മഹല്ലുകൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് അതിനുവേണ്ടിയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം, പരിസര പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ മഹല്ലുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകൾ നമ്മുടെ മദ്രസകളും പള്ളികളും ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരു കാലം വരികയും നാട്ടിൽ നമ്മുടെ മക്കൾ പരസ്പരം തലകല്ലി കീറുന്ന അവസ്ഥ വരികയും ചെയ്യും. അതില്ലാതിരിക്കണം, അല്ലാഹു കാക്കുമാറാവട്ടെ. നമുക്കറിയാം, റഷ്യയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. റഷ്യയിലെ, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, റഷ്യയിലെ കമ്മ്യൂണിസം എങ്ങനെയുണ്ടാവുന്നത്? സാർ ചക്രവർത്തിമാരുടെ കിരാതമായ ഭരണത്തിനെതിരെ
ആ ഭരണത്തിനെതിരെയുള്ള ശക്തമായ അക്രമങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു ഭരണത്തിനെതിരെയുള്ള പ്രതിരോധമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. എങ്ങനെയാ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാവുന്നത്? അവിടെയുള്ള പീഡിതരായ ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പോരാട്ടത്തിന്റെ രണഭൂമിയിൽ ഇറങ്ങണം, നമുക്ക് പോരടിക്കണം, വിപ്ലവ ബീജികൾ ഉയരണം, നമ്മുടെ നാട് മുഴുവനും വിപ്ലവത്തിന്റെ ധ്വനികൾ ഉയരണം, അതിനുവേണ്ടി ജീവാർപ്പണം നടത്തണം നമ്മളെന്ന് പറഞ്ഞു. ജനങ്ങളെ കൂട്ടുകൂടിച്ചു, അവരെ സംഘടിപ്പിച്ചു, അവരെ സംഘടിത രൂപത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഈ റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം, അവർക്കന്ന് ആരംഭമായിരുന്നു, കമ്മ്യൂണിസത്തിന്റെ ആരംഭമായിരുന്നു അന്ന്. റഷ്യയിലെ കമ്മ്യൂണിസം ശക്തി പ്രാപിക്കുമ്പോ അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വളരെ വലിയ ജനവിഭാഗമായിരുന്ന മുസ്ലിങ്ങളോട് വന്ന് പറഞ്ഞു, സാർ ചക്രവർത്തിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിസ്കരിക്കാൻ കഴിയുന്നില്ല, നിങ്ങളെ മതം പഠിപ്പിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇതിന് ഞങ്ങൾ അവസരമൊരുക്കി തരും. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സൗഹൃദത്തിലും സമാധാനത്തിലും ഐക്യത്തിലും തുല്യനീതിയിലും കടന്നു പോകുന്ന സംഹിതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ നിങ്ങൾ പിന്തുണക്കുകയാണെങ്കിൽ, കമ്മ്യൂണിസം റഷ്യയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ പള്ളികൾ സംരക്ഷിക്കപ്പെടും, നിങ്ങളുടെ മദ്രസകൾ സംരക്ഷിക്കപ്പെടും. മുസ്ലിങ്ങൾ കരുതി നമുക്ക് നല്ലൊരു വഴിയാണ് തുറന്നു ലഭിക്കുന്നത്. സാർ ചക്രവർത്തിമാരുടെ കിരാതമായ ഭരണത്തിനെതിരെ രാജ്യത്തിനു വേണ്ടി പോരടിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു സൗഹൃദത്തിന്റെ ഭരണം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത് നേട്ടം തന്നെയാണെന്ന് കരുതിയിട്ട് അവർ ആ വിപ്ലവകരമായ സമീപനത്തോടൊപ്പം ചേരുകയാണ്. അങ്ങനെ സാർ ചക്രവർത്തിമാർക്കെതിരെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോർക്കളത്തിൽ ഇറങ്ങിയാലും അവർ ആത്മാർത്ഥമായി പോരടിക്കും. അല്ലാതെ രാജ്യത്ത് ഒറ്റുകൊടുത്ത പാരമ്പര്യം മുസ്ലിം ഇസ്ലാമിക വിശ്വാസികൾക്കില്ലായിരുന്നു. ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അത് ഏത് രാഷ്ട്രത്തിലായാലും, ബംഗ്ലാദേശിലായാലും, ഇന്ത്യയിലായാലും, ലോകത്തിന്റെ ഏത് ദിക്കിലായാലും ആ രാജ്യത്തോട്, അവർ ജീവിക്കുന്ന രാജ്യത്തോട്, അവരെ പോറ്റുന്ന രാജ്യങ്ങളോട് പോലും അവർക്ക് നന്ദിയും കൂറും ഉണ്ടാകും അവരുടെ ജീവിതത്തെക്കാളേറെ. അങ്ങനെ റഷ്യയിൽ സാർ ചക്രവർത്തിമാരെ പരാജയപ്പെടുത്താൻ ശക്തമായ മുന്നേറ്റം മുസ്ലിങ്ങൾ നടത്തി. സാർ ചക്രവർത്തിമാർ പരാജയപ്പെട്ടു. അതോടെ മുസ്ലിങ്ങൾക്ക് ആശ വന്നു, മുസ്ലിങ്ങളുടെ ആശയങ്ങൾക്കുള്ള വഴിയൊരുക്കുമെന്ന് കരുതി. പക്ഷേ സാർ ചക്രവർത്തിമാർ പോയതിനു ശേഷം വന്നവർ ഒരു മതത്തെയും അംഗീകരിക്കാതെ, മദ്രസ നടത്താൻ അംഗീകരിക്കാതെ, പള്ളി നടത്താൻ അംഗീകരിക്കാതെ, നിസ്കരിക്കാൻ പോവാനും പോലും അംഗീകരിക്കാതെ, മതപരമായ വേഷം പോലും ധരിക്കാൻ അനുവദിക്കാതെ കമ്മ്യൂണിസം സാർ ചക്രവർത്തിമാരെക്കാൾ വലിയ കിരാതമായ ഭരണമാണ് നടത്തി. ഇത് നമുക്ക് നൽകുന്നൊരു സന്ദേശം. നമ്മുടെ നാടുകളിൽ പലപ്പോഴും നമ്മുടെ നാടുകളിലേക്ക് ഇസ്ലാമിക വിരുദ്ധരെ കുടിയിരുത്താൻ വേണ്ടി ഇവരാണ് ഈ പഴയകാലത്തെ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരെ തിരിഞ്ഞതുപോലെ മുസ്ലിങ്ങളെ ഈ പ്രസ്ഥാനക്കാർ ഇന്ന് ശക്തമായി അവരുടെ കൂടെ നിർത്തുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താ? നമ്മുടെ നാട്ടിൽ നല്ല സുന്നി മദ്രസ വേണം. എങ്ങനെ? സുന്നി മദ്രസ, എല്ലാറ്റിനും സുന്നി. സുന്നി ഇല്ലാത്തൊരു സാധനം പാടില്ല. നമ്മൾ അതിനേക്കാൾ വലിയ സുന്നിയാണ്. പണ്ട് നാട്ടിക ഉസ്താദിനോട് ഒരാൾ ചോദിച്ച ചോദ്യം പറയാറുണ്ട്. നാട്ടിക ഉസ്താദിനോട് ഒരാൾ ചോദിച്ചു, അത്രേ, നിങ്ങള് എല്ലാ സ്ഥലത്തും പോയി സമസ്തയുടെ മദ്രസകളും പള്ളികളും ഉണ്ടാക്കുന്നു, അത് മസ്ജിദ് സിദ്ദീഖ് ആവാം, അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള ഏതെങ്കിലും മഹാന്മാരുടെ പേരിലോ ഏതെങ്കിലും ത്വരീഖിന്റെ പേരിലോ ആയിരിക്കാം. ആ ത്വരീഖത്തുകളുടെ ഒക്കെ പേരെല്ലാം അവിടുന്ന് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ മറുപക്ഷത്ത് നമ്മൾ പുറത്താക്കിയവർ, അവർ പറയുന്നത് നമുക്ക് സുന്നി സ്പിരിറ്റ് ഇല്ലെന്നാണ്. അതുകൊണ്ടാണ് അവർ സുന്നി ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. അവരിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സുന്നി മസ്ജിദ് തുടങ്ങിയിട്ടുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സുന്നി മദ്രസയും തുടങ്ങിയിട്ടുണ്ട്. അവർ വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു സുന്നി ടോയ്ലറ്റും വേണമെങ്കിൽ തുടങ്ങിയേക്കാം. അത്രത്തോളം സുന്നി ഇല്ലാത്ത ഒന്നും പറയില്ലെന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരികയാണല്ലോ. ഞാൻ വെറുതെ പറഞ്ഞല്ല. 989 കഥ പറയുന്നവരുണ്ട് ഇവിടെ. 989 കാലഘട്ടത്തിൽ ഞാൻ ഇവരുടെ ആസ്ഥാന കേന്ദ്രമായ മോസ്കോയിലാണ് ഞാനിന്ന് പഠിക്കുന്നത്. മോസ്കോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മർക്കസ്. അവിടെയാണ് ഞാനിന്ന് പഠിക്കുന്നത്. ആ പഠനത്തിന്റെ കാലത്ത് സ്വർഗത്തിലേക്കുള്ള പറ്റിയ അപ്പോ അത് അതിൽ പൈസ ഇട്ടാൽ കൂലി കിട്ടും അല്ലാഹുവിന്റെ. നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ടാവും. അപ്പോ നമുക്കങ്ങനെ പറ്റിയൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ കാര്യമായിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു 500, 1000, 2000, 100 ഉണ്ടാവില്ല കയ്യിൽ. എല്ലാവരും കയ്യിൽ 2000 അയക്കാം, അതിലിട്ടേക്ക്. പിന്നെ വെറുതെ ചില്ലറക്ക് വേണ്ടി കടയിൽ പോയി കടയിലുള്ള ആളുകളോട് ചീത്ത വാങ്ങണ്ടല്ലോ.
മാക്സിമം കൊടുക്കുക. പരിപാടിയുടെ പേരിൽ കടം വരാൻ പാടില്ല. നമ്മൾ പരിപാടിക്ക് വേണ്ടിയേ പിരിപ്പിക്കാറുള്ളൂ. മറ്റൊരു പരിപാടി 3 എണ്ണം നടത്താനുള്ളത് പിരിപ്പിക്കാറില്ല. മറ്റു വഴികളും നമുക്കില്ല. അതുകൊണ്ട് സംഭാവന നമ്മൾ തന്നെ വാങ്ങുന്നത്. എല്ലാവരും പരമാവധി കൊടുക്കുക. അപ്പൊ അന്ന് ഞാൻ മർക്കസിൽ, അഥവാ മോസ്കോ എന്ന് പറഞ്ഞത് അന്ന് മർക്കസിൽ ഞാൻ പഠിക്കുകയാണ്. ആ കാലത്താണ് 89 കാലത്ത് നാട് മുഴുവൻ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയ പിളർപ്പ് നടക്കുന്നത്. ഞാനും അന്ന് കരുതിയിരുന്നു ഇതും സുന്നി തന്നെയാണ്. ഞാനും അങ്ങനെ സുന്നി തന്നെയാ. ആ പറഞ്ഞ സുന്നി, യഥാർത്ഥ സുന്നി ഇപ്പോഴാണായത്. അത് അർദ്ധ സുന്നിയായിരുന്നു അന്ന് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അന്ന് മർക്കസ് പഠിക്കുമ്പോ എന്റെ പ്രിൻസിപ്പൽ, എന്നെ പഠിപ്പിച്ച കുറെ ഉസ്താദുമാരൊക്കെ ഉണ്ട്. അതിലൊരു അധ്യാപകനായിരുന്നു അഡ്വക്കേറ്റ് AK ഇസ്മായിൽ. അദ്ദേഹമാണ് സംഘടനാ ക്ലാസ്സുകളൊക്കെ എടുക്കുക. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നമ്മൾ ഏത് കടയിൽ കയറുകയാണെങ്കിലും ആദ്യം നമ്മൾ നോക്കണം, ആ കട നടത്തുന്നത് നമ്മളെ സുന്നി പ്രവർത്തകനാണോ, സമസ്തക്കാരനല്ല, ഇവരെ സുന്നി പ്രവർത്തകൻ SSF കാരനാണോ കട നടത്തുന്നത് നോക്കണം. എന്നിട്ട് അവിടുന്ന് നമ്മൾ സാധനം വാങ്ങാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് ശരിക്കും അങ്ങനെ നോക്കിയിട്ട് സാധനം വാങ്ങിക്കൊടി. പക്ഷെ വീട്ടിൽ പട്ടിണിയായിരിക്കും. സോമാലിയുള്ളവരെ പോലെ ഉണ്ട് നിങ്ങളെ ശരീരം. നിങ്ങൾ എത്ര എണ്ണം കട നടത്തുന്നുണ്ട് നമുക്കറിയാം. ചോറ് കിട്ടൂല, സോപ്പ് കിട്ടും ചിലപ്പോ. അതിങ്ങനെ കലക്കി കുടിച്ചാൽ ശരിയാവില്ലല്ലോ, വയറ്റ് നോക്കല്ലേ ഉണ്ടാവുള്ളൂ. അന്ന് ക്ലാസ് എടുത്തതാണ്. നമ്മുടെ നേതാക്കളും നമ്മുടെ പ്രവർത്തകരുടെയും കട തന്നെയാണോ എന്ന് നോക്കണം. എന്നിട്ട് ആ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞു. സോപ്പ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ അന്ന് അവിടെ ഒരു ഭൂപതി സോപ്പ് ഉണ്ടായിരുന്നു. മർക്കസിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന സോപ്പാണ്. ഭൂപതി സോപ്പ് ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല. അത് സുന്നി സോപ്പല്ല, അത് മറ്റുള്ളവരുണ്ടാക്കുന്ന സോപ്പാണ്. സംഭവം സോപ്പ് ഭൂപതി സുന്നിന്റെ അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഇവിടെയുള്ള മറ്റുള്ള സോപ്പൊക്കെ ഈ ലെക്സൊക്കെ സുന്നിയുടേതാ, മർക്കസിന്റെതാ. അപ്പൊ അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളെ RSS പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വാദങ്ങൾ കൊണ്ടുവന്നവരാണ് ഇവർ. അന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഭൂപതി സോപ്പ് വാങ്ങാൻ പാടില്ല. അപ്പൊ ഞങ്ങള് ക്ലാസ് ചോദിച്ചു, ഉസ്താദ് സാറേ ഭൂപതി സോപ്പാണ് ഇവിടെ നമുക്ക് കിട്ടുക, പിന്നെ ഏത് സോപ്പാ വാങ്ങുക? അപ്പൊ പറഞ്ഞു, മർക്കസിന്റെ ട്രഷററായ കുഞ്ഞാജിയുണ്ട്, കക്കോടിയുള്ള ആജിയാണ്, അയാളെ സോപ്പാണ് 501, അത് അയാളെ സോപ്പാണ് പനാമ, അത് വാങ്ങിയാൽ മതി. പനാമ സുന്നി സോപ്പാണ്, അത് വാങ്ങിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ വാങ്ങാതിരിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് പനാമ വാങ്ങിച്ചോളൂ. അയാളുടെ മകനാണ് ഇപ്പൊ നടത്തുന്നത്, അയാളുടെ മകൻ ഇവർക്കെതിരാണ്. അയാളുടെ മകൻ എന്റെ കൂടെ പഠിച്ചതാണ് മർക്കസിൽ, ഇപ്പൊ ഇവർക്കെതിരാണ്. അപ്പോ ആചാര്യ ട്രഷററായിരുന്നു, ആ സോപ്പേ വാങ്ങാവൂ എന്ന് പറഞ്ഞ കൗമാണ്. അഥവാ സുന്നി ഇല്ലാത്ത, സുന്നി എന്ന് പറയാത്തത് പാടില്ലെന്ന് പറഞ്ഞ കാലത്താണ് നാട്ടിക ഉസ്താദ്, അള്ളാഹു അവിടുത്തെ കബറിടം സ്വർഗപൂവനമാക്കി നൽകുമാറാവട്ടെ. നാട്ടിക ഉസ്താദിനോട് ആ ചോദ്യം, നിങ്ങൾ ഇത്രയും വലിയതൊക്കെ പറഞ്ഞിട്ടും അവരല്ലേ സുന്നിന്ന് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചവരോട്, നാട്ടിക ഉസ്താദിനോട് ചോദിച്ച ചോദ്യം സദസ്സ് എന്നോട് ചോദിച്ചാ ഞാൻ 1/2 മണിക്കൂർ മറുപടി പറയും, എന്നാലേ അതിന് മറുപടി ആവുള്ളൂ. നമ്മൾ ആര് പറഞ്ഞാലും അങ്ങനെ ആവുള്ളൂ. പക്ഷെ നാട്ടിക ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ 2 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കുന്ന മറുപടി 2 കൊല്ലം പറഞ്ഞാലും നമുക്ക് തീരില്ല. നാട്ടിക ഉസ്താദ് ആ ചോദിച്ച ആളോട് ചോദിച്ചു, അല്ല മോനെ, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലെ പ്രസവ വാർഡിന് മുകളിൽ സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കാറുണ്ടോ? പ്രസവ വാർഡ് എന്നുള്ളത് പ്രസവം സ്ത്രീകൾക്കല്ലേ, പുരുഷന്മാർക്ക് പ്രസവമല്ലേ? പ്രസവ വാർഡിന്റെ മേലെ ആരെങ്കിലും സ്ത്രീകൾക്ക് എന്ന് എഴുതി വെക്കാറുണ്ടോ? ഇല്ല. അതുപോലെ സമസ്തക്കാരുടെ പള്ളിയുടെ മുകളിൽ മസ്ജിദ് സിദ്ദീഖ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ല പേര് കൊടുത്തിട്ട് എഴുതി വെക്കുമ്പോ നമുക്ക് അങ്ങനെ വല്ലാതെ സുന്നി എഴുതി വെക്കേണ്ട സാഹചര്യമില്ല. ഏതെങ്കിലും പുളിക്കൽ മുജാഹിദ് പള്ളി മാത്രമുള്ള സ്ഥലത്ത് അതിന്റെ ഇടയിൽ എഴുതി വെക്കുന്നതും ഇതും രണ്ടും വ്യത്യസ്തമാണ്. കാണുന്ന സ്ഥലത്ത് സുന്നി മാത്രമുള്ളിടത്ത് സുന്നി മസ്ജിദ്, അവിടെ കൊണ്ട് എഴുതുകയാണ്. അപ്പൊ ഇത്തരക്കാരെ കുറിച്ച് നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞതാണ്. അത് ഇവരുടെ സ്വഭാവമാണ്. ഇവര് നമ്മൾ കരുതിയത് എന്താ, ഞാനൊക്കെ പണ്ട് കരുതിയത് കുന്നും പുറത്തൊക്കെ ഇവര് മാത്രമേ ഉള്ളൂ എന്നാ. ഞാൻ ഇവിടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങനെ കരുതി. ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പോഴല്ല, അന്ന് മനസ്സിലായിട്ടുണ്ട്, കഴിഞ്ഞ പരിപാടി മനസ്സിലായിട്ടുണ്ട്, ഇപ്പൊ നന്നായിട്ട് ഒന്നും കൂടി മനസ്സിലാവുന്നു. ഇവിടെ ഇവര് മാത്രമല്ല, ഇവരെക്കാളും അധികം മറ്റുള്ള ജനങ്ങളുണ്ട്. അതിന്റെ കാരണം എന്താ? ഇവരെ പോസ്റ്റർ നോട്ടീസൊക്കെ കണ്ടാൽ അതാ സംഭവം. കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ. പിന്നെ സമസ്തക്കാർക്ക് വേറെ ഒരുപാട് പണിയില്ലേ. പിന്നെ പോസ്റ്റർ കണ്ടിട്ടാണ് ഒരാൾ തീരുമാനം എടുക്കുന്നെങ്കിൽ നമ്മളെ റോഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന പോസ്റ്റർ ഏതാ? ഞാൻ ചോദിച്ചിട്ടുള്ളൂ, പറയണമെന്നില്ല.
ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പോസ്റ്റർ വെച്ച് നമ്മൾ അളന്നാൽ ആ വിഭാഗമാണ് ലോകത്ത് മുഴുവൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഭയങ്കര രോഗമായിരിക്കില്ലേ അത്? എവിടെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള രോഗങ്ങളുടെ പോസ്റ്ററാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് വെച്ചൊന്നും ആളുകളെ അളക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. അപ്പൊ അതാണ് നാട്ടിക ഉസ്താദിനോട് ഒരിക്കൽ ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞാൽ തന്നെയാണ്, നാട് മുഴുവൻ ഇവരുടെ പ്രവർത്തനമല്ലേ കാണുന്ന വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ഇതേപോലൊരു മറുപടി. അത് നമ്മളിങ്ങനെ ഒരു നാട്ടിൽ ചെന്നാൽ കുറെ ഓട്ടോറിക്ഷ കാണാം, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇത് കണ്ടാൽ നമ്മൾ കരുതുക ആ നാട് മുഴുവൻ ഓട്ടോറിക്ഷയാണ്. 4 ഓട്ടോറിക്ഷ ഉണ്ടാവും, അതിങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. ഇവരെ പറ്റി പറഞ്ഞ വളരെ കൃത്യമായ മറുപടിയാണ്. നാട്ടിക ഉസ്താദിനോട് അങ്ങനെയാണ്. അത്തരം ചോദ്യങ്ങൾക്ക് മണിക്കൂറുകൾ ഇവരെ കുറിച്ച് നമ്മൾ പറയുന്നതിന് പകരം ഉസ്താദ് അങ്ങനെ പറയും. ഒരിക്കലും ഒരാൾ ചോദിച്ചു, മുജാഹിദും ജമാഅത്തും AP ഇങ്ങനെയുള്ളവരോടൊക്കെ കൂടെ കൂടിയിട്ട് പലരും അതിന്റെ ആളുകളാവുന്നുണ്ടല്ലോ, സമസ്തക്കാരെ കൂടെ കൂടിയിട്ട് ആരും സമസ്തയാവുന്നത് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. നമ്മൾ അതിനെന്താ മറുപടി പറയാ? അത് അള്ളാഹുവിന്റെ അടുത്ത് അങ്ങനെയുണ്ട്, അത് ഇങ്ങനെയാണ്, ഈമാനുള്ളവർ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ വയലിൽ പറഞ്ഞ അവസാനം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് മറുപടി ആകും. നാട്ടിക ഉസ്താദ് ചോദിച്ചു, എത്ര ആളുകൾ നമ്മളിങ്ങനെ ആരോഗ്യവാന്മാരായ ആളുകൾ നമ്മളെ കൂടെ ഇങ്ങനെ നടന്നു പോരുന്നുണ്ട്, ആർക്കെങ്കിലും ആരോഗ്യം പകരാറുണ്ടോ? രോഗിയായ ഒരാളുടെ അടുത്ത് പോയിട്ട് കുറച്ചു സമയം ഇരുന്നാൽ ആ രോഗം പല രോഗങ്ങളും പകർന്നു വരാറില്ലേ? അതാണ് സംഭവം. ഇത്രേ വേണ്ടൂ നാട്ടിക ഉസ്താദിന്റെ മറുപടിക്ക്. നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞു വെച്ചതെല്ലാം വ്യക്തമായി ബോധ്യപ്പെടുന്ന കാലമാണ്. നാട്ടിക ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ഇവരെ സലാത്ത് ഹൽക്കകളും മറ്റും നടത്തി നിങ്ങളെ വഞ്ചിക്കുന്നത് കാണുമ്പോ നിങ്ങൾ ഇവർക്ക് 5 പൈസ കൊടുക്കാതിരിക്കൂ, അപ്പോഴറിയാം ഇവരുടെ സ്വഭാവം. നമ്മൾ അറിഞ്ഞില്ലേ, മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് വന്നു. മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, ഞങ്ങൾ ഉസ്താദിന്റെ കറാമത്ത് കൊണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ട് മണ്ണാർക്കാട് വെച്ച് ശംസുദ്ദീൻ പരാജയപ്പെടുന്നതോടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ആത്മീയ പ്രസ്ഥാനമല്ലാതാവുകയും സമസ്തയുടെ അണികളുടെ ശക്തിയും സ്രോതസ്സും ഒന്നും ഇല്ല എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുമെന്ന് വീരവാദം മുഴക്കിയവരുണ്ടായിരുന്നു. മണ്ണാർക്കാട് വെച്ച് സമസ്തയെ കുടിച്ചുകൂടുമെന്ന് പ്രസംഗിച്ചവരുണ്ടായിരുന്നു. തെറിപ്രഭാഷകരായി നടക്കുന്നവർ പലരും അത് മാത്രം പ്രസംഗിച്ച ദിവസങ്ങളായിരുന്നു. ഒരു ദിവസം തെരഞ്ഞെടുപ്പിന്റെ സമാപനം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്നിട്ട് ഒരു ഉസ്താദ് പറഞ്ഞത് നേരെ അയാളുടെ നാട്ടുകാർ വിളിച്ച് ഗൾഫിലേക്ക് പറയാൻ. എന്നിട്ട് ഗൾഫിൽ നിന്ന് വാട്സപ്പിലൂടെ ഒരു പ്രവർത്തകൻ പുറത്തുവിടാൻ, നമ്മൾ ഉസ്താദ് വോട്ട് ചെയ്യാൻ പോയപ്പോ ഉസ്താദ് കണ്ട കാഴ്ച അതിഗംഭീരമായിരുന്നു. വെള്ള വസ്ത്രം ധരിച്ച ഒരുപാട് ആളുകൾ എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല, അവരിങ്ങനെ വന്നിറങ്ങുകയാണ്. മലക്കുകളാണോ എന്നാണ് അവർക്ക് സംശയം. ഒരുപാട് സ്ത്രീകൾ, പർദ്ദധാരിണികളാണവർ. അവർ ഇങ്ങനെ നാട്ടിൽ വന്ന് ആ നാട്ടിലേക്ക് വോട്ടർമാരായി വന്നുകൊണ്ട് അവർ പോളിംഗ് ബൂത്തിനകത്ത് നിന്ന് അവിടുത്തെ ബീപ്പ് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ അത് മണ്ണാർക്കാട് വിജയത്തിന്റെ ബീപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സമസ്ത പറഞ്ഞിരുന്ന നമ്മളെ കുറിച്ച് ചേളാരി എന്നാണല്ലോ അവർ പറയാ. ചേളാരി എന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ട്, നമ്മളെ ഓഫീസിലൊരു പേരെങ്കിലും ഉണ്ട്, നാട്ടിന്റെ പേരാണ്, അഡ്രസ്സാണ്. ഇവരെ പറയുമ്പോ എല്ലാവരും പറഞ്ഞ കാന്തപുരം ഒരാളെ വീട്ടിന്റെ പേരാണ് പറയുന്നത്, നാട്ടിന്റെ പേര്. ഒരാളെ വീടുള്ള നാട്ടിന്റെ പേരാണ്. ചേളാരി എന്ന് പറഞ്ഞാൽ ആരുടെയും വീടുള്ള സ്ഥലമല്ല, സമസ്തന്റെ ഓഫീസുള്ള സ്ഥലമാണ്. അഥവാ അടിസ്ഥാനവും അസ്തിത്വവും നമുക്കുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. അവരെന്നെ സമ്മതിച്ചു തരാണ്. അങ്ങനെയാണ് അതെന്ന്. അപ്പൊ ഇവര് പ്രസംഗിക്കാണ്, മണ്ണാർക്കാട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് അന്നത്തെ ദിവസം വാട്സപ്പിലൂടെ പുറത്തുവിട്ടവരുണ്ട്. അന്ന് അതിന്റെ പേരിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. ഒരു ഉസ്താദ് പറഞ്ഞത് ബദരീങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. സുന്നത്ത് ജമാഅത്തിനെ ജനങ്ങൾക്കിടയിൽ അപമാനിക്കാനും ബദരീങ്ങൾക്കും വഹദീങ്ങൾക്കും ഔലിയാക്കൾക്കും ശുഹദാക്കൾക്കും ഒക്കെ ഉള്ള സ്ഥാനത്തെ അത് വലിച്ചു കീറി സമൂഹത്തിനിടയിലിട്ട് വിശ്വാസത്തെ തകർക്കുക എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ കൊണ്ടുപോകുന്ന ആദർശമാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച മുൻപേ നടന്നുപോയ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ അച്ചാരം വാങ്ങിയതിന് തുല്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതിന്റെ തെളിവാണ് അതൊക്കെ. ബദരീങ്ങളിലുള്ള വിശ്വാസം തകർക്കാൻ, അതുപോലെയുള്ള വിശ്വാസം തകർക്കാൻ എന്നിട്ട് കുത്തുബിയത്ത് ചെല്ലുകയാണ് അവർ. കുത്തുബിയത്ത് ചെല്ലിയപ്പോ എനിക്ക് ഓർമ്മ വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കഅബയുടെ വാതിൽ പിടിച്ച് സത്യം ചെയ്ത് പ്രാർത്ഥിച്ച ഋഷികളെയാണ്. തിരിച്ചടിയാണ് സംഭവിച്ചത്. അതുപോലെ മണ്ണാർക്കാട് അള്ളാഹ് ഇങ്ങനെ ഇവർ പറയുമ്പോൾ അവിടെ ഇങ്ങനെ കേൾക്കലിരുന്നിട്ട്, AP ഉസ്താദ് പറഞ്ഞല്ലേ, അതുകൊണ്ട് മണ്ണാർക്കാട് കൊണ്ട് തോപ്പിക്കല്ലേ. എന്തൊരു പറച്ചില. ബദരീങ്ങള് വെറുതെ ഇവരുടെ ആശയത്തിന് അല്ലെങ്കിൽ ഇവരുടെ ആമാശയത്തിന് വേണ്ടി ദീനിനെ വിൽക്കുന്ന വിൽപ്പന ചരക്കാക്കുന്നതിന്റെ തെളിവുകൾ.
ഇപ്പൊ വരെ സ്ഥാപനത്തിന് ഒരു ഗേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓർത്തു നോക്കിയിട്ട് എനിക്ക് തോന്നിയത് ഒരാൾ പള്ളിയിൽ കയറി തല താഴെയാക്കി കാല് മേലോട്ടാക്കി നിൽക്കുന്നത് പോലെയാണ്. എല്ലാറ്റിന്റെയും മേലെയാണ് ഗ്രന്ഥങ്ങൾ. അപ്പൊ ഇത് പറയുമ്പോൾ പറയാം, ഞങ്ങൾ എന്താ ഖുർആൻ ഒന്നും അല്ലല്ലോ വെച്ചു, ഡിക്ഷണറി അല്ലേ? എന്താ ഡിക്ഷണറി നോക്കി ഞങ്ങൾക്ക് മതം പഠിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ലേ? ഈ അടുത്ത് പേരോട് നിഴലിന് തെളിവ് പറഞ്ഞത് ഡിക്ഷണറിയിലുണ്ട്. ലില്ലി എന്ന വാക്കിനെ കുറിച്ച് നിഴല് എന്ന മലയാളവും അതുപോലെയുള്ള സംഭവങ്ങൾ ചർച്ചയായപ്പോ പേരോട് പോലും ഡിക്ഷണറി എടുത്തത്. നിങ്ങൾക്ക് തെളിവിന് ഇപ്പൊ ഡിക്ഷണറി അല്ലേ, പിന്നെ നിങ്ങൾ അതിന്റെ അടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നത് അതുണ്ടാക്കിയ ആളെ എനിക്ക് ഏതായാലും പരിചയമില്ല. ആ ശില്പിയെ, അയാളെ കണ്ടാൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ആലിംഗനം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ? ഒന്നും കൊണ്ടല്ല, അയാൾ പറയാതെ, നേതാക്കളോട് പറയാതെ ഒപ്പിച്ച പണിയാണ്. ഡൽഹിയിൽ നിന്നെങ്ങാനും കൊണ്ടുവന്നാണ് അത്ര. ഡൽഹിയിലൊക്കെ അപ്പൊ ഇവർക്ക് മദ്രസയില്ലേ, ഇവരെ പറ്റി നല്ലതല്ലേ പറയാ. പക്ഷെ എങ്ങനെ അയാൾ കണ്ടിട്ടുണ്ടാവാം ഇങ്ങനെ? അയാൾ വളരെ കൃത്യമായി വളരെ നഖചിത്രം, നല്ലൊരു ചിത്രം വരച്ചു നോക്കുകയാണ് അയാൾ ചെയ്തത്. എന്താ ചെയ്തത് അയാൾ ഇങ്ങനെ വന്ന് നിന്ന് കുറെ പഠിച്ചു, നമ്മളൊക്കെ പഠിച്ച പോലെ പഠിച്ചിട്ട് അയാൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. എനിക്കൊക്കെ 25 കൊല്ലം വേണ്ടി വന്നിട്ടുണ്ടോ? അപ്പൊ അയാൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. അയാൾ പഠിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അയാൾ തീരുമാനിച്ചു, ഈ മനുഷ്യൻ കിതാബ് വിറ്റിട്ടാണ് ഈ ബിൽഡിംഗ് മുഴുവൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കിതാബിന്റെ ചിത്രം താഴെ കിടക്കട്ടെ, ബിൽഡിംഗ് മേലെ കിടക്കട്ടെ. എന്നിട്ടിപ്പോ അത് ന്യായീകരിക്കാൻ നോക്കുകയാണ്. അത് ന്യായീകരിക്കാൻ മക്കയിലും മദീനയ്ക്കുള്ള ഗേറ്റ് കാണിക്കാം. അതിലൊക്കെ മേലുള്ള ഗ്രന്ഥങ്ങളാണ്, താഴെയല്ല മേലെയാണ്. അപ്പൊ ഇവരുടെ ഗേറ്റ് ഉണ്ടാക്കുന്നിടത്ത് പോലും അള്ളാഹു ഇവരെ ശിക്ഷിക്കുക പിടിച്ചിട്ട്. പിന്നെ ഇപ്പൊ ഒരു പെട്ടിയും കൊണ്ടുവന്നു. പെട്ടിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം, സ്വർഗത്തിലേക്കുള്ള പെട്ടിയാണെന്ന് എനിക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. ഓൺലൈനിൽ കേൾക്കുന്നവർ ചിലപ്പോൾ അത് ക്ലിപ്പാക്കാൻ, നിങ്ങൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു തന്നത് ഈ കുന്നും പുറത്തിരുന്നിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് വല്ലാതെ അത് പോവില്ല. എനിക്ക് തോന്നുന്നുണ്ട് ആ പെട്ടി സ്വർഗത്തിലേക്കുള്ള പെട്ടി തന്നെയാണ്. കാരണം എന്താ? ഇവർ ചട്ടി കൊണ്ടുവന്നു, പൊടി കൊണ്ടുവന്നു, മുടി കൊണ്ടുവന്നു, ഇതെല്ലാം കൂടി ആ പെട്ടിയിലിട്ട് ആ പെട്ടി കൊണ്ടുപോയി അറബിക്കടലിൽ ഒഴുക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാം. അതിലുള്ള പെട്ടിയായിരുന്നു. ആ നിലയിലാണെങ്കിൽ ആ പെട്ടി സ്വർഗത്തിലേക്കുള്ള പെട്ടി. അല്ലാതെ ബ്ലാക്ക് മണിക്കുള്ള പെട്ടി എന്നല്ലാതെ വേറെന്ത് പറയാനാ? മോഡി പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. മോഡി പേടിഎമ്മിനെ വളർത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വളർന്നത് മോഡിയുടെ ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്ന കേരളത്തിലെ ഒരു കോർപ്പറേറ്റ് ടീമിന്റെ പുത്രനാണ് ഇവിടെ വളർന്നു വന്നത്. മോഡി ഇവിടെ പുതിയ പല സംരംഭങ്ങളും ആഗ്രഹിച്ചുകൊണ്ടാണ് കളിച്ചത്. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഉസ്താദിന്റെ കുട്ടിക്ക് തോന്നിയത്, സ്വർഗപ്പെട്ടി എന്ന് പറഞ്ഞൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ പൈസ ഇല്ല, ആ പെട്ടിക്കും പൈസ കൊടുക്കണം. ചതിയിൽ വഞ്ചനാന്നൊക്കെ കേൾക്കണം. ആ പെട്ടിക്കും പൈസ കൊടുക്കണം. പൈസ ഇടല്ല, ആ പെട്ടി ഒരാൾ വാങ്ങണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. സ്വർഗപ്പെട്ടി വാങ്ങാൻ പൈസ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, പണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ട ഓർമ്മയുണ്ട്. സ്വർഗം വേണോ സ്വർണം തരൂ, സ്വർണം വേണോ സ്വർഗം വേണോ സ്വർണം തരൂ, സ്വർഗം വേണോ സ്വർണം തരൂ. മൂപ്പര് പിരിവ് നടത്തിയതാണ്, സ്വർഗം വേണമെങ്കിൽ സ്വർണം തരൂ. അതുപോലെ ഒരു പെട്ടി അങ്ങോട്ട് തരികയാണ്. ആ പെട്ടിക്കും വേണം പണം. ആ പെട്ടിക്കും പൈസ കൊടുക്കണം. എന്താണിത്? ഇത് ഞാൻ പറയല്ല, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പുത്രന്റെ നേരെ സഹോദരിയായ മൂത്ത സഹോദരി, ആ മൂത്ത സഹോദരി എന്ന് പറഞ്ഞ ഉസ്താദിന്റെ മൂത്ത മോള്, അവരുടെ ഭർത്താവ് കഴിഞ്ഞയാഴ്ച ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഈ പെട്ടി പറഞ്ഞപ്പോ വേദിയിൽ നിന്ന് അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, അത് സ്വർഗത്തിലേക്കുള്ള പെട്ടിയല്ല, അത് ബ്ലാക്ക് മണിക്കുള്ള പെട്ടിയാണ്. അങ്ങനെ അത്ഭുതപ്പെട്ടു. എന്താണ് ബ്ലാക്ക് മണി? അദ്ദേഹം തന്നെ വിശദീകരിച്ചു തന്നു. എന്താ വിശദീകരിച്ചത്? കുടുംബത്തിൽ നിന്ന് വിശദീകരണമാകുമ്പോൾ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ അതുപോലെ അനുസ്മരിക്കുന്നു. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഈ പെട്ടി റിസീവർമാർ തുറക്കില്ല, ഈ പെട്ടി മറ്റാരും തുറക്കില്ല. ഈ പെട്ടി നേരെ കൊണ്ടുവന്ന് റിസീവർമാർ സ്വീകരിച്ചാൽ പോലും അവർ ഇവരുടെ ഓഫീസിൽ കൊണ്ടുകൊടുക്കും. ഇവരുടെ ഓഫീസിൽ കൊണ്ടുകൊടുത്ത് ഓഫീസിൽ നിന്നാണ് അത് പൊളിക്കുക. അത് പൊളിച്ചിട്ട് അവർ അവിടെ റെസീറ്റ് എഴുതി വെക്കും. ആളുടെ പേരിലോ മറ്റോ അല്ല, റെസീറ്റ് എഴുതി അവിടെ വെക്കും. പെട്ടിയിൽ വരുന്ന പണത്തിന് കണക്കുണ്ടാവില്ല. അപ്പോൾ വിളിപ്പിക്കാൻ വെച്ച കുറെ നോട്ടുകൾ ഉണ്ടാവും. അതെല്ലാം 500 പെട്ടിയിൽ ഇട്ടതെങ്കിലും റെസീറ്റിൽ എത്തുമ്പോഴേക്ക് അത് 5000 50,000 മാറും. എന്താ നല്ല തര?
ഇതാണ് ബിസിനസ് മാനേജ്മെന്റ് ആണ് അവർ പഠിക്കുന്നത്, ഇസ്ലാമിക് മാനേജ്മെന്റ് അല്ല അവർ പഠിക്കുന്നത്. അവരുടെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നത് അതാണെന്ന് മനസ്സിലാവുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളെ മക്കളെ നമുക്ക് കുട്ടികൾ ജനിച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? മധുരം തൊട്ട് കൊടുക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് മധുരമല്ല 500 നോട്ടാണ് നാവിന്റെ മേലേക്ക് തൊട്ടുകൊടുത്തത്. കാരണം അതാണ് പിരിവിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളുണ്ടോ അതൊക്കെ ചെയ്യുക. പിരിവിന് വേണ്ടിയുള്ള പദ്ധതികൾ പുതിയത് എന്തുണ്ടോ അതെല്ലാം ഗവേഷണപൂർവ്വം അവതരിപ്പിക്കുക. ഇതൊക്കെ കാണുന്നവർ അത്ഭുതപ്പെടും. കുറച്ചു മുമ്പ് ഗൾഫിൽ നിന്ന് ഒരാൾ എനിക്ക് റെസീറ്റ് അയച്ചു തന്നു. ആ റെസീറ്റ് എന്തിനുള്ളതായിരുന്നു? മർക്കസിലെ കുട്ടികൾക്ക് ചപ്പാത്തി കൊടുക്കാനുള്ള ചപ്പാത്തി മെഷീൻ വാങ്ങാനുള്ള കൂപ്പൺ. ഞാൻ പറഞ്ഞു, എന്റെ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് എന്നാ പിന്നെ നോട്ടടിക്കുന്ന മെഷീൻ വാങ്ങാൻ വേണ്ടി ഒരു പിരിവാണ്. എന്നാ പിന്നെ നമുക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖം, നാട്ടുകാർക്ക് സുഖം. കാരണം എന്താ? ഒറ്റ പ്രാവശ്യം അടിക്കുള്ളൂ, നിങ്ങളെല്ലാം കൂടി ഉള്ളിൽ കിടന്നോളൂ, സമുദായത്തിന് സമാധാനം. പിന്നെ പിരിവിനും വരില്ല, ഒരു ബുദ്ധിമുട്ടിനും നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ നിരന്തരം പിരിവ് നടത്തുന്നത് നമ്മളെതിരല്ല. പിരിവ് നടത്തേണ്ടത് സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ അനാവശ്യങ്ങൾക്കല്ല. ഗൾഫിൽ പോയിട്ട് മണ്ണാർക്കാട്, ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്, മണ്ണാർക്കാട് ശംസുദ്ദീനെതിരെ ഒരുപാട് പറഞ്ഞവർ അവസാനം പരാജയപ്പെട്ടു. ഗൾഫിലെത്തിയപ്പോ പിരിവ് കിട്ടാതായി. KMCC-യുടെ തീരുമാനം വന്നു. ഗൾഫിലെ ഒരുപാട് KMCC യൂണിറ്റുകൾ തീരുമാനമെടുത്തു, ഇനി ഇവർക്ക് പണം കൊടുക്കില്ല. സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തിട്ട് സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിച്ചവർ, സമുദായത്തിന്റെ ശത്രുക്കൾക്കൊപ്പം നിൽക്കാൻ പലപ്പോഴും ശ്രമിച്ചവരാണിവർ. അതുകൊണ്ട് KMCC-യുടെ പണം കൊടുക്കില്ലെന്ന് KMCC തീരുമാനമെടുത്തു. നമുക്ക് ഉറച്ചു പറയാൻ പറ്റും, അതൊരു ഉറച്ച തീരുമാനവും അത് നല്ലൊരു തീരുമാനവുമായിരുന്നു. അപ്പോഴാണ് ഇവർ അത്ഭുതപ്പെട്ടു പോയത്. കാരണം ഇത്രത്തോളം പണം സമസ്തക്കാരിൽ നിന്നാണ് കിട്ടിയത്. ഇവരെന്താ പറയാ? നമ്മളെ വിളിക്കുക മൂരികൾ എന്നാണ്. എന്നെ വേറെ വിളിക്കാറുണ്ട്, എന്നെ മൂരിയൊന്നും വിളിച്ച് മോശക്കാറില്ല. ഞാൻ അതിനേക്കാളും വലുത് എന്നെ വിളിക്കാറുണ്ട്. മറ്റ് സമസ്തക്കാരെ വിളിക്കാറുള്ളത് മൂരികൾ എന്നാണ്. എന്നിട്ട് ചിന്തിച്ചു നോക്കൂ, പരിസരത്തെ മഹല്ലുകളിലെല്ലാ മദ്രസകളിലും ഇവർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെ ശമ്പളം എന്ന് പറഞ്ഞാൽ, ശരിക്കും മൂരികളായ നമ്മളെ ശമ്പളം എന്ന് പറഞ്ഞാൽ, ശരിയായ വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ശമ്പളം ചാണകത്തിന് തുല്യാവില്ലേ? മൂരിയാണല്ലോ നിങ്ങളെ ഭാഷയിൽ. നിങ്ങളെ ഭാഷയിൽ മൂരിയാവൂല്ലേ? മൂരിയല്ലേ? അപ്പൊ ഇത് വാങ്ങിയിട്ട് എന്തിനാ ആണത്തമുള്ളവർ ജീവിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് ആണത്തം ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥമാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? ഇന്നലെ കോഴിക്കോട് വെച്ച് എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രവർത്തകൻ, ഇവരുടെ പ്രവർത്തകൻ, മർക്കസിലെ വിദ്യാർത്ഥി എന്റെ മുന്നിൽ വന്നോട്ടു. ഞാൻ ട്രെയിനിൽ പോകാൻ നിൽക്കുക. അയാളുമായിട്ട് 2 മണിക്കൂറോളം അദ്ദേഹത്തിന് കുറെ സംസാരിക്കാനുണ്ട്. ഞാനെല്ലാം സംസാരിക്കാൻ റെഡിയാണ്, ഇപ്പോഴും റെഡിയാണ്, എല്ലാവരോടും റെഡിയാണ്, എവിടെ നിന്നും റെഡിയാണ്. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, നിങ്ങളെ തല്ലാൻ വേണ്ടിയൊക്കെ മർക്കസിൽ നിന്ന് പലപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറ, ബാക്കി നമുക്ക് പിന്നെ കാണാം. കാരണം എന്താ? ഞാൻ അവിടുന്ന് പോകുന്നതന്നല്ലേ. എന്നെ ആരെങ്കിലും എവിടെ നിന്ന് തച്ചാൽ ആർക്കാ തിരിച്ചു കൊടുക്കേണ്ടതെന്നുള്ള എനിക്കറിയില്ലേ. അപ്പൊ പിന്നെ ഇവരുടെ പദ്ധതികളാണ്. എന്തിനാണ് ഇങ്ങനെ ഇസ്ലാം വളർത്താൻ ശ്രമിക്കുന്നത്? ഇത് ഇസ്ലാമാണോ? മർക്കസിലെ ഒരു കുട്ടി പറയാണ്. അപ്പൊ ചോദിക്കുക, ഏതാ കുട്ടി? ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം സനത് കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞു. നിങ്ങളെ ബിരുദം കൊടുത്തിട്ടേ ആ കയ്യും പിടിച്ച് അയാളെ കൂട്ടി വരാണ്ടേ. അയാൾ കുറെ മാപ്പ് പറഞ്ഞു. ഒരുപാട് സംഭവങ്ങൾ ആ കുട്ടിക്ക് തന്നെ അറിയുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ ഓരോ സംഭവങ്ങളും തെളിവ് സഹിതം ഞാൻ വീണ്ടും പറഞ്ഞപ്പോ ആ കുട്ടിക്ക് അത് ബോധ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഇത് ഈമാനുള്ളവർക്ക് ഉള്ളതല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള അവിടെ നമുക്കൊരു സക്കാഫിനെയും കൂടി ആവശ്യമില്ല. അവിടെ നിൽക്കി. സക്കാഫിമാർ ഇപ്പൊ വരുന്നില്ല എന്നല്ല, ഇപ്പോഴും സക്കാഫിമാർ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സക്കാഫിമാർക്ക് സ്വീകരണം കൊടുക്കാൻ നിന്നാൽ എല്ലാ ദിവസവും അപ്പണിയാവും എന്ന് തോന്നിയത് കൊണ്ടാണ് സംഘടന ഇപ്പോൾ സ്വീകരണം കൊടുക്കാൻ സമയം ചെലവാക്കാതെ. എന്നാൽ നടക്കാറുണ്ട്. മിനിയാന്ന് നമ്മൾ കണ്ടു, എറണാകുളം ജില്ലയിൽ വെച്ച് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി സത്താർ പന്തല്ലൂരിന്റെയും ഇന്ന് നമ്മളടുത്ത് വന്ന ഹമീദ് അലി തങ്ങളുടെയും നേതൃത്വത്തിൽ കുറെ ആളുകളെ വേദിയിൽ നിന്നൊരു മുസ്ലിയാരുടെ ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോ ദിവസവും ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേർ കടന്നു വരാൻ ഇനിയുമുണ്ട്. അപ്പോൾ ഇവരുടെ കളവ് പറയുന്ന ഇവരുടെ സംസ്കാരത്തെ, ഇവരുടെ ആശയത്തെ, ഇവരുടെ ഈ സ്വഭാവത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. മതം പറയാൻ ഇവർക്ക് അവകാശമില്ലെന്ന് വ്യക്തമാവുകയാണ്. ഇവർ തെറി വിളിക്കും. നമ്മളെ മദ്രസകൾ വന്ന് ജോലി ചെയ്യും. എന്നെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഇവർ മറ്റുള്ളവരുടെ ഈമാനിനെ കുറിച്ചും ആഖിബത്തിനെ കുറിച്ചുമാണ് ഇവർ പറയാറുള്ളത്. എല്ലാവരോടും പറയും, എന്നോട് തന്നെ പറയും, ഞങ്ങളെ ഉസ്താദിനെ കുറിച്ച്, ഞങ്ങളെ ഉസ്താദുമാരെ കുറിച്ച്, ഞങ്ങളെ സംഘടനയെ കുറിച്ച് നീ പറയുമ്പോ നിന്റെ ആഖിബത്ത് സൂക്ഷിച്ചോളൂ രാമാ. ഇങ്ങനെയുണ്ട്. എന്നോട് ആഖിബത്ത് സൂക്ഷിക്കാൻ പറഞ്ഞ് ഓൻ ഇസ്ലാമെന്ന് പുറത്തേക്ക് പോവാ. നമ്മൾ പറയാറുണ്ടല്ലോ, എന്നാ പിന്നെ എല്ലാം സൂക്ഷിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം, വീട്ടിൽ ഞാൻ പോയി വരികയാണ്. അതേപോലെ അങ്ങനെ പറയാറില്ല, നമ്മൾ യാത്ര പറയാറില്ല, വീട്ടിൽ നിന്നൊക്കെ ഭാര്യനോട് പറയും, വീടൊക്കെ ശ്രദ്ധിക്കണം, വാതിലൊക്കെ പൊട്ടണം, ഇന്ന് ഞാൻ ഇവിടെ ഇല്ലാത്തതാണ്, അതുകൊണ്ട് പിന്നെ എല്ലാം ശ്രദ്ധിക്കണം, എന്നാ പിന്നെ ഞാൻ പോട്ടേന്ന് വെക്കില്ലേ. അതുപോലെ എന്നോട് പറയാണ്, ഞങ്ങൾ ഉസ്താദന്മാരൊന്നും പറയരുത്, ശ്രദ്ധിക്കണം, നിന്റെ ആഖിബത്ത് സൂക്ഷിക്കണം രാമാ. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞത് കാഫിറായി. ഇസ്ലാമിന്റെ വിധിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരു മുസ്ലിമിനെ യാ കാഫിർ എന്ന് വിളിച്ചയാളോ വിളിക്കപ്പെട്ടയാളോ ഏതെങ്കിലും ഒരാൾ കാഫിറായത് ഉറപ്പാണ്. അയാൾ കാഫിർ അല്ലെങ്കിൽ വിളിച്ചത് ആരാണോ അവൻ കാഫിറാകുമെന്ന് ഉറപ്പാണ്. എന്റെ ഫേസ്ബുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചാലും കാഫിർ തന്നെയാണ്. 10,000 തവണ വിളിക്കാറുണ്ട്. ഇന്നും ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. എപ്പോഴും വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും. മിനിയാന്ന് ഞാൻ നിങ്ങളുടെ മാടഞ്ചനയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതേ വാചകം ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആ സമയത്ത് കാണാൻ കഴിയില്ല, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞപ്പോ ഒരു അഹ്സനി, അപ്പൊ ഞാൻ ഇതേ വാക്കാണ് ഉപയോഗിച്ചത്. രാമ എന്ന് വിളിക്കുകയാണ് ഇവർ. ഇവരുടെ ഈമാൻ പോകുന്ന അവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കുകയാണ്. ഇവർ ഇസ്ലാമിക പ്രസ്ഥാനമല്ലെന്നതിന്റെ തെളിവാണിത്. കാരണം ലോക ചരിത്രത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും താബിഈകളുടെയും തബഉ താബിഈങ്ങളുടെയും മുൻഗാമികളായ ഇമാമുമാരുടെയും അതുപോലെ പൂർവ്വസൂരികളായ പണ്ഡിത മാതുക്കളുടെയും ഔലിയാക്കളുടെയും പാരമ്പര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ പൈതൃകത്തിന്റെ വരകൾ മുഴുവനും എഴുത്തുകളും ചരിത്രവും നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. അവിടെ എവിടെയും ഒരു ഇസ്ലാമിക പ്രബോധകനും മറ്റൊരു മുസ്ലിമിനെ അനാവശ്യമായ വാക്കുകൾ കൊണ്ട് പോലും അഭിസംബോധന ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നിട്ടാണ് ഇവർ ഇസ്ലാമിക വേദികളിൽ നിന്നും അല്ലെങ്കിൽ ഇസ്ലാമികമായ സിദ്ധാന്തങ്ങൾ പറയുന്ന അവരുടെ വേദികൾ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരം ഒരു കാഫിറിന്റെ പേര് ഒരു മുസ്ലിമിനെ വിളിക്കുന്നത്. ഇതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഈ വിളികളിലൂടെ എനിക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സിക്ർ ഹൽക്ക മുഴുവനുമാണ്. ഒരാൾ സിക്ർ ഹൽക്ക കഴിയുമ്പോഴാണ് വിളിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സമ്മേളനം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുത്തുബിയത്ത് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടായിരിക്കാം ഇവനൊക്കെ ഈ രാമ എന്ന വിളി വിളിക്കുന്നുണ്ടാവുക. എനിക്ക് ഞാൻ ഓതാതെ എന്റെ അക്കൗണ്ടിലേക്ക് അത് വന്നു ചേരുമെന്ന് ബോധവും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. നഷ്ടമുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ആഖിറത്തെ, നിങ്ങളുടെ അവസാനത്തെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ മുഴുവനും നിങ്ങൾ മുക്കിക്കൊല്ലുകയാണ് ഈ കാന്തപുരം വിഭാഗത്തോടുള്ള അമിതമായ ആത്മാർത്ഥതയുടെ പേരിൽ. ഇത് നിങ്ങളുടെ ഈമാൻ തകർക്കാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച ഏറ്റവും വലിയ അപകടത്തിന്റെ അപജയത്തിന്റെ ചുഴിയാണ്. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ പോകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പോലും ഈമാനിന്റെ കണിക പോലും ഏശാൻ അവർക്ക് പോലും അവകാശവും ബാധ്യതയും അല്ലെങ്കിൽ ഭാഗ്യവും ലഭിക്കാത്ത അവസ്ഥ വന്നേക്കും എന്ന് ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇങ്ങനെ വിളിക്കാതാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഉള്ളാൾ തങ്ങളെ കബറുള്ളത് എന്റെ രാമന്തളിയിലാണ്, എന്നാ പിന്നെ ഉള്ളാൾ തങ്ങൾ ഇങ്ങനെ ചേർത്തി വിളിച്ചാടാ. ഞാൻ വിളിക്കല്ല, ചേർത്തി വിളിച്ചേക്ക്. കുറച്ച് പ്രവർത്തകരുണ്ട് ഇവരുടെ ആ നാട്ടിൽ, അവരെയും അത് ചേർത്ത് വിളിച്ചേക്ക്. എന്റെ നാട്ടിനെ ചേർത്ത് വിളിക്കുന്നതിന്റെ കാരണം എന്താ? ഇവരുടെ പ്രസ്ഥാനം തെറ്റാണെന്ന തെളിവുകൾ ഞാൻ പറഞ്ഞു എന്നത് മാത്രമാണ്. പക്ഷേ ഞാൻ കാണുന്നുണ്ടെന്നും, ഞാൻ ഇന്നലെ മിനിയാന്ന് ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇത് പ്രസംഗിക്കുമ്പോൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഹ്സനി വിളിക്കുകയാണ്. അതേ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയാൾ വീണ്ടും വിളിക്കുകയാണ് രാമ രാമ. കാരണം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പോയി അതിന്റെ ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് ലൈവ് എടുത്തിട്ട് ഞാൻ ഈ ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ആ സമയത്തും വിളിക്കും. ഇന്ന് പരീക്ഷിച്ചതാണ്. കാരണം ഇവരുടെ മനസ്സിന്റെ വക്രതയുടെ വളവിന്റെ തിരിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് നോക്കിയത്. അതിനുവേണ്ടി മാത്രം ഞാൻ പരിശോധിച്ചു. ഞാനത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കൃത്യം അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അഹ്സനിയാണ് വിളിക്കുന്നത്. അയാളുടെ ഫോട്ടോ ഉണ്ട്. അഹ്സനി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവം എന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവം ഇല്ലാതാക്കുന്നവൻ എന്നാണോ അർത്ഥമാക്കുന്നത്? എനിക്കറിയില്ല. പഴത്തൊലി പോലെയാണോ അത്? പഴത്തൊലിക്കൊരു പ്രത്യേകതയുണ്ട്. അത്
നടന്നു പോകുന്ന നല്ല മനുഷ്യരെയൊക്കെ തള്ളിയിടും. നേരെ ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ കഴിയില്ല. അതുപോലെ നല്ല സംസ്കാരമുള്ളവരെ, നല്ല പേര് പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരെ തെറി വിളിച്ചുകൊണ്ടും അല്ലെങ്കിൽ അപ്പേരിൽ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് അസ്സനി ബിരുദമോ എന്ന് നമ്മളെ പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ശിഷ്യനെ ഒരു മുസ്ലിമിനെ വിളിക്കാൻ പറ്റാത്ത പേര് വിളിക്കാൻ പഠിപ്പിച്ചതാണോ ഇഹ്യാ സുന്നയിലെ പാഠപുസ്തകങ്ങൾ? അതിനു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുലൈമാൻ ഉസ്താദിനോട് പ്രായാധിക്യം കൊണ്ട് എനിക്കൊരു ബഹുമാനമുണ്ട്, നിങ്ങളുള്ള സംഘടനയിൽ കൊണ്ടല്ല, ഒരു വയോധികനാണെന്ന ബഹുമാനം. അത് എല്ലാവർക്കും നമ്മൾ നൽകുന്നതാണ്. ആ ബഹുമാനം നൽകിക്കൊണ്ട് സുലൈമാൻ ഉസ്താദിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇത്തരം അഹ്സനിമാരെയാണെങ്കിൽ ഉസ്താദെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മുൻഗാമികൾ നടന്നു പോയതുപോലെ കിതാബെല്ലാം ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും കാട്ടിനുള്ളിൽ പോയി ഇബാദത്ത് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ പടച്ചുവിടുന്ന, നിങ്ങൾ സൃഷ്ടിച്ചുവിടുന്ന അഹ്സനിമാർ ഇത്രത്തോളം വൃത്തികെട്ടവരായി സമൂഹത്തിൽ വിഷം വിതറി ജീവിക്കുന്നുവെങ്കിൽ അവർ അപകടകാരികളാണ് ഈ സമുദായത്തിന്. അവർ ഈമാനുള്ളവർക്ക് അപകടമാണ്. അത് നിങ്ങൾ സൂക്ഷിക്കണം. തിരിച്ച് ഞാൻ ചോദിക്കുന്നു, ഞങ്ങളെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഒരു ശിഷ്യനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ കഴിയുമോ? കോയക്കുട്ടി ഉസ്താദിന്റെ ഒരു ശിഷ്യനെ ഇങ്ങനെ കാണിച്ചു തരാൻ കഴിയുമോ? സൈനുൽ ഒരു ശിഷ്യനെ ഇങ്ങനെ കാണിച്ചു തരാൻ, ഒരു കാഫിറിന്റെ പേര് വിളിക്കുന്നതായി കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സുലൈമാൻ ഉസ്താദിനോട് തന്നെയാണ് ഈ ചോദ്യം. ഇത് കേൾക്കുന്നവർ അദ്ദേഹത്തോട് സൂചിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഈമാൻ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ചോളൂ. പഠിപ്പിച്ചു വിടുന്ന ശിഷ്യന്മാരുടെ ഗുണത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് ചേരൂർ, നമ്മളെ തൊട്ടടുത്ത്. ചേരൂർ പണ്ടേ ഏറ്റവും പ്രസിദ്ധമായൊരു പ്രദേശം. ആ പ്രദേശത്തിന്റെ പവിത്രതയും പ്രത്യേകതകളും അഭിമാനമുണ്ടാക്കുന്ന ചില ചരിത്ര നിമിഷങ്ങളും നമ്മൾ അഭിമാനത്തോടെ എപ്പോഴും ഓർക്കുന്നതാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ വന്ന് മദ്രസ കയ്യേറാൻ ശ്രമിച്ചത്. നല്ല രസമുള്ള കാര്യമാണ്. എങ്ങനെയാ മദ്രസ കയ്യേറിയത്? എന്താണ് പറഞ്ഞത്? 989 മുതൽ അവരുടെ കീഴിലാണ് അത്രയും മദ്രസ. ഈ 989 എന്ന് പറഞ്ഞാൽ ഈ 2 കൊല്ലത്തിന് ഇപ്പുറത്താണോ? അല്ലല്ലോ. 1989 എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിന് ഇപ്പുറത്താണോ? ഞാനിവിടെ 4.5 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ചേരൂരിലൂടെ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ചേരൂർ മുജാഹിദിന്റെ ഒരു മുഖാമുഖം നടന്നിരുന്ന ഓർമ്മയില്ലേ? മുജാഹിദിന്റെ ഒരു മുഖാമുഖം നടന്നപ്പോ സുന്നികൾ ചോദിക്കാൻ പോയപ്പോ അവരെ ആക്രമിക്കാൻ മുജാഹിദികൾ വന്നിരുന്നു. അന്ന് പോയത് സുന്നികളായ അന്നത്തെ SSFകാരായ ചോദ്യകർത്താക്കളാണ്. അവരാരും ചേരൂരുകാരല്ല. അവർ ചോദ്യകർത്താക്കളായി വന്നത് എന്റെ വീട്ടിലേക്കാണ്. ഞാനത് കൃത്യമായി പറയുന്നു. അതിന്റെ അവകാശവാദവും കൊണ്ട് ആരും വരണ്ട. ഞങ്ങൾ ആ മുജാഹിദിന്റെ മുഖാമുഖത്തിൽ പോയി ചോദ്യം ചോദിച്ചത് നിങ്ങൾ പറയണ്ട. അന്ന് ആ മുഖാമുഖത്തിൽ മുജാഹിദുകളെ ഉത്തരം മുട്ടിച്ചത് എന്റെ കൂടെ സമസ്തയിലേക്ക് കടന്നു വന്ന അൻസാർ മാസ്റ്റർ പയ്യോളിയായിരുന്നു. അന്ന് മുജാഹിദുകൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിച്ചത് ബഹുമാനപ്പെട്ട അൻസാർ മാഷായിരുന്നു. എന്റെ വീട്ടിൽ നിന്നാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ താമസിച്ച വീട്ടിൽ നിന്നാണ് എല്ലാവരും പോകുന്നത്. അന്നും ചേരൂരിൽ ഞാൻ ജീവിക്കുന്നുണ്ട്, ആ പ്രദേശത്ത് പോകുന്നുണ്ട്. അന്നൊന്നും നമുക്കറിയാത്ത മദ്രസ. അത് 89-ലല്ലോ മുഖാമുഖം നടന്നത്. അതിന്റെ ശേഷവും തൊട്ടടുത്തൊന്നും നമുക്കങ്ങനെ ഒരു മദ്രസയോ ഒരു ഷെഡ് മദ്രസയോ രണ്ടും അറിയില്ല. ഷെഡ് കെട്ടിയിട്ട് രണ്ടു കൊല്ലല്ലേ ഉള്ളൂ. ഒരു ഷെഡ് മദ്രസ നമുക്കറിയില്ല. എന്നിട്ടാണ് പറയുന്നത്, ഇപ്പൊ അവർ പറയുന്നത് അങ്ങനെയാണ്. അവർ ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയിട്ട് പറയുന്നത് 1989 മുതൽ ഞങ്ങൾ ഈ മദ്രസയിലുണ്ടെന്നാണ്. എന്തൊരു സമാനതയുള്ള ആരോപണമാണ് നോക്കണം. ബാബരി മസ്ജിദ്, ബാബർ ചക്രവർത്തി ഉണ്ടാക്കിയ മസ്ജിദ്, അത് രാമന്റെ മസ്ജിദാണെന്നും ശ്രീരാമൻ അവിടെ ജനിച്ചത് അവിടെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് BJP കലാപം ഉണ്ടാക്കിയത്. BJP ആണ് പലപ്പോഴും ഈ വിഭാഗത്തിന്റെ മാതൃകാ പുരുഷന്മാരെന്ന് നമ്മൾ പറയേണ്ടി വരികയാണ്. ഇവിടെയൊക്കെ BJP എന്താ ചെയ്തത്? ഒരു ദിവസം ബാബരി മസ്ജിദിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ അവിടുത്തെ ഇമാമ് വീട്ടിലേക്ക് പോയപ്പോൾ രാത്രി വന്നിട്ട് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എന്നിട്ട് സൈറുദ്ദീൻ ബാബർ നിർമ്മിച്ച പള്ളിക്കുള്ളിൽ
ഇങ്ങനെ ഒന്ന് സ്ഥാപിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇവർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ പള്ളിയിൽ ഞങ്ങൾ വന്ന് നോക്കുമ്പോഴേക്ക് രാവിലെ ശ്രീരാമന്റെയും അതുപോലെയുള്ള മറ്റ് ആ മതത്തിന്റെ, ഹിന്ദു മതത്തിന്റെ പുണ്യപുരുഷന്മാരുടെ വിഗ്രഹങ്ങൾ സ്വയംഭൂവായിരിക്കുന്നു എന്നാ പറഞ്ഞത്. സ്വയംഭൂവായി. ഇതുപോലെ ചേരൂർ മദ്രസ 60 വർഷത്തിനു മേലെയായി സമസ്തയുടെ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടന്നു വരുന്ന മദ്രസ, അതിനുള്ളിൽ ഒരു ദിവസം രാത്രി പൂട്ടുപൊളിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം സംസ്കാരം കാണിച്ചു. സ്വന്തം സംസ്കാരം അങ്ങനെയാണ്, ഒന്നും സ്വന്തമായില്ല. എല്ലാറ്റിന്റെയും അവകാശങ്ങൾ ഒന്നുകിൽ മറ്റുള്ളവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി കാലുകുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കിയതിന്റെ മേലെ പോയി ജീവിക്കും. നമുക്കറിയാം ഈ പ്രദേശത്ത് തന്നെ. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനൊന്നുണ്ട്. സമസ്തയുടെ പ്രവർത്തകർ അവരുടെ വീട്ടിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കാണുന്ന കാലത്ത്, വീട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത കാലത്ത്, അവരുടെ വീട്ടിലെ മക്കൾക്ക് ചോറ് കൊടുക്കാനില്ലാത്ത കാലത്ത്, കഞ്ഞി കൊടുക്കാനില്ലാത്ത കാലത്ത്, എവിടെ നിന്നെങ്കിലും ലഭിച്ച കുറച്ച് അരി കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി, കഞ്ഞിയുണ്ടാക്കി, അതിലെ ആ കഞ്ഞിയിലെ ഭാഗങ്ങൾ കോരിയെടുത്തുകൊണ്ട് വെള്ളം മാത്രം ബാക്കി വെച്ചുകൊണ്ട് പള്ളിയിലെ ഉസ്താദിനും പള്ളിയിലെ ഉസ്താദുമാർക്കും കൊണ്ടുകൊടുത്ത് പള്ളി നിലനിർത്തി, മദ്രസ നിലനിർത്തി കൊണ്ടുവന്നാണ് ചേരൂരിലെ ഉമ്മമാർ ആ പള്ളിയും മദ്രസയും സംരക്ഷിച്ചതെങ്കിൽ 60 കൊല്ലത്തെ ചരിത്രം പറയാൻ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ. സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ അന്നവർ കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചത്. ആത്മാഭിമാനവും ആദർശവും ഈമാനുമായിരുന്നു അവർക്കെന്ന് വലുത്. സ്വന്തം മക്കൾ പട്ടിണി കിടന്നാൽ പോലും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ അവിടെ അന്ന് അത്രത്തോളം ത്യാഗം ചെയ്ത മദ്രസകൾ സ്ഥാപിച്ചത്. ഈ മദ്രസ സമസ്തയുടെ മദ്രസയാണ്. പള്ളിക്കൽ ബസാറിൽ നിങ്ങൾ കാണിച്ചതുപോലെ